Hello, good afternoon, Tushara. Good afternoon. ഒരാളുണ്ടായോ നേരത്തെ ക്ലാസ്സില്? ആരാണുണ്ടായിരുന്നു? ഷാരോണും അതെ. ഷാരോൺ എവിടെ പോയി? വരൂ ഷാരോൺ. മിസ് പറഞ്ഞിരുന്നില്ലേ അടുത്ത ക്ലാസ് ഉണ്ടെന്നുള്ള കാര്യം? നെക്സ്റ്റ് ക്ലാസ് ഇപ്പൊ തന്നെ ഉണ്ടെന്ന് പറഞ്ഞിരുന്നില്ലേ? പറഞ്ഞു. പിന്നെന്താ കൊച്ചു പോയത്? വരട്ടെ, അവര് വരട്ടെ, നമുക്ക് തുടങ്ങാം. നമ്മള് പുതിയൊരു ചാപ്റ്റർ കഴിഞ്ഞ ദിവസം തുടങ്ങിയത് അല്ലെ, ഹ്യൂമൻ റിസോഴ്സ് മാനേജ്മെന്റ്, മനുഷ്യ വിഭവ എന്താ പറയാ മാനേജ്മെന്റിന് എന്താ പറയാ, അതിനെ കൃത്യമായിട്ട് മാനേജ് ചെയ്ത് കൺട്രോൾ ചെയ്തൊക്കെ കൊണ്ടുപോകുന്നത്. അതിന് കഴിഞ്ഞ ദിവസം ഞാൻ പറഞ്ഞു, ഇത് വേണ്ടിയിട്ട് മാത്രം ഏതൊരു ഓർഗനൈസേഷനിലെയും ഹ്യൂമൻ റിസോഴ്സസിനെ മൊത്തം കൺട്രോൾ ചെയ്ത് മാനേജ് ചെയ്ത് കൊണ്ടുപോകാൻ വേണ്ടിയിട്ടുള്ള എന്താ പറയാ കാര്യങ്ങളൊക്കെ, അതൊക്കെ എങ്ങനെ കൈകാര്യം ചെയ്യാമെന്ന് പഠിക്കുന്ന ഒരു കോഴ്സ് തന്നെ ഇപ്പൊ ഉണ്ട്. ഇതുപോലെ നമ്മളിപ്പോ പഠിക്കുന്ന HR, ഹ്യൂമൻ എന്താ പറയാ ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ പോലെ തന്നെ HR എന്ന് പറയുന്ന ഒരു കോഴ്സ് ഉണ്ട്. HRM, ഹ്യൂമൻ റിസോഴ്സ് മാനേജ്മെന്റ്. അതൊരു കോഴ്സ് 6 monthsോ അല്ലെങ്കിൽ അതിന്റെ മറ്റേ ഡിപ്ലോമ ഒക്കെ പോലെയൊക്കെ ഉണ്ടെങ്കിൽ അങ്ങനെയൊക്കെ. അപ്പൊ അതെങ്ങനെയാണ് ഏതൊരു ഓർഗനൈസേഷനിലും ഹ്യൂമൻ റിസോഴ്സസിനെ അവോയ്ഡ് ചെയ്യാൻ പറ്റില്ല. ഹ്യൂമൻ റിസോഴ്സസ് വിത്തൗട്ട് എനി ഹ്യൂമൻ പവർ അല്ലെങ്കിൽ മാൻ പവർ an organization cannot succeed. ആ ഒരു സെന്റൻസിലാണ് നമ്മൾ അവസാനിപ്പിച്ച കഴിഞ്ഞ ദിവസത്തെ ക്ലാസ്. അതായത് ഒരു ഹ്യൂമൻ റിസോഴ്സസിനെ നമുക്ക് മാറ്റിവെച്ചുകൊണ്ട് അല്ലെങ്കിൽ അങ്ങനെ ഒന്നും ഇല്ലാതെ നമുക്കൊരു ബിസിനസ് അതിന്റെ സക്സസിലേക്ക് എത്താനായിട്ട് സാധിക്കില്ല, അല്ലെങ്കിൽ അതിന്റെ വിജയം കൈവരിക്കാൻ, അതിന്റെ ഡെവലപ്മെന്റിന് സാധ്യമാകില്ല എന്നൊക്കെ നമ്മൾ പറഞ്ഞു. അതിന് പ്രധാനപ്പെട്ട കുറച്ച് കാര്യങ്ങളൊക്കെ പറഞ്ഞു. അപ്പൊ ഹ്യൂമൻ റിസോഴ്സസിന് എന്താ പ്രത്യേകത എന്ന് നമ്മൾ പറഞ്ഞു. ഹ്യൂമൻ റിസോഴ്സസിനെ കൺട്രോൾ ചെയ്യുക എന്നുള്ളത് വളരെ പൈവറ്റൽ, ദാറ്റ് മീൻസ് ഇറ്റ്സ് ആൻ ഇമ്പോർട്ടന്റ് ടാസ്ക്, ഒരു ചലഞ്ചിങ് ജോബ് എന്നൊക്കെ നമ്മൾ അതിനെ വിശേഷിപ്പിച്ചു. വൈ, എന്തുകൊണ്ട്? നമുക്കറിയാം ഹ്യൂമൻ നേച്ചർ ഈസ് ഡൈനാമിക് അല്ലെ. മനുഷ്യന്റെ സ്വഭാവം എന്ന് പറയുന്നത് അവരുടെ കാലത്ത് അടുത്ത മിനിറ്റില് ഉച്ചക്ക് വൈകുന്നേരം ഒക്കെ ഇങ്ങനെ ചേഞ്ച് ചെയ്തുകൊണ്ടിരിക്കും. സോ ഈ പറയുന്ന ഡൈനാമിക് നേച്ചറുള്ള മനുഷ്യൻ ഒരാൾക്ക് തന്നെ പല പല രീതിയിൽ സ്വഭാവം മാറുന്നു. അപ്പൊ നമുക്ക് ഒത്തിരി എന്താ പറയാ ഹ്യൂമൻ അല്ലെങ്കിൽ മാൻ പവർ ഉള്ള ഒരു ഓർഗനൈസേഷനിൽ ഇവരെ എല്ലാവരെയും നമ്മൾ കൺട്രോൾ ചെയ്ത് മാനേജ് ചെയ്ത് കൊണ്ടുപോകുക എന്നുള്ളത് അത്ര ഒരു ഈസി ടാസ്ക് അല്ല. സോ വട്ട് എവർ ഇറ്റ് മേ ബി, ഇത് ഈസി ടാസ്ക് അല്ല എങ്കിൽ കൂടി ഇറ്റ് ഷുഡ് ബി കൺട്രോൾഡ് ആൻഡ് മാനേജ്ഡ് ഇൻ എ പ്രോപ്പർ വേ ഫോർ ദ സക്സസ് ഓഫ് ദ ബിസിനസ്. ബിസിനസിന്റെ വിജയത്തിന് ഈ പറയുന്ന വിഭാഗത്തെ നമ്മൾ കൺട്രോൾ ചെയ്യണം, മാനേജ് ചെയ്യണം എന്നുള്ളത് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യമാണ്. അപ്പൊ മനുഷ്യരെ എങ്ങനെ നമുക്ക് കൺട്രോൾ ചെയ്യാം? നമ്മൾ അതിനൊക്കെ കുറെ ഉദാഹരണങ്ങൾ ഞാൻ പറഞ്ഞു. നമ്മളുടെ മനുഷ്യരെന്ന് പറയുമ്പോൾ നമ്മുടെ വീടുകളിൽ തന്നെ ഒത്തിരി ആളുകളൊക്കെ ഉണ്ട്. മനുഷ്യര്, കുട്ടികൾ ഉണ്ടാകാം, ഇത്തിരി പ്രായം ചെന്നവരുണ്ടാകും, നമ്മളുടെ അതേ ഏജ് റേഞ്ചിലുള്ള ആളുകൾ ഉണ്ടാകും. ഇവരെയൊക്കെ നമ്മൾ എങ്ങനെ ഹാൻഡിൽ ചെയ്യണം, ഇവരെയൊക്കെ എങ്ങനെ നമ്മൾ മാനേജ് ചെയ്ത് കൊണ്ടുപോകണം അല്ലെ, വിത്തൗട്ട് എനി എന്താ പറയാ ആർഗ്യുമെന്റ്സ് ഓർ നമ്മളുടെ വീടിന്റെ അറ്റ്മോസ്ഫിയറിനെ ബാധിക്കാത്ത രീതിയിൽ നല്ല രീതിയിൽ സ്മൂത്ത് ആയിട്ട് ആ ഫാമിലിയെ കൊണ്ടുപോകണമെങ്കിൽ എല്ലാവരും ഒരുപോലെ കറക്റ്റ് ആയിട്ട് കോപ്പറേറ്റ് ചെയ്ത് മാനേജ് ചെയ്ത് കൊണ്ടുപോകണം. ഈ മാനേജ് ചെയ്യുന്ന ഒരു മാനേജ്മെന്റ് എന്ന് പറയുന്നത് ഭയങ്കര ഒരു ടാസ്ക് തന്നെയാണ് അല്ലെ. എനിക്കിപ്പോ ഒരു കാര്യം എനിക്ക് സ്വന്തമായിട്ട് ചെയ്യാം, എന്നാൽ ഞാൻ ചെയ്യുന്ന കാര്യം പോലെയല്ല, ഞാൻ വേറെ കുറച്ച് ആളുകളെ ഞാൻ ചെയ്യുന്ന കാര്യങ്ങൾ തന്നെ ചെയ്യിക്കാൻ വേണ്ടി മാനേജ് ചെയ്യുമ്പോൾ അത് ഇച്ചിരി ഡിഫിക്കൽട്ടാണ്. ചിലപ്പോൾ നമ്മളത് നല്ല രീതിയിൽ ഹാൻഡിൽ ചെയ്യുന്നത് മറ്റുള്ളവരെ കൊണ്ട് അത് ചെയ്യിപ്പിക്കാൻ നമ്മൾ എടുക്കുന്ന കുറച്ച് എഫേർട്ടുകൾ, അത് കുറച്ച് ബുദ്ധിമുട്ടാണ്. പക്ഷെ എങ്കിൽ നമ്മളത് ചെയ്യും. അത് എന്നാൽ മാത്രമേ, അതായത് നമ്മൾ ഹ്യൂമൻ പവറിനെ എങ്ങനെ ഹാൻഡിൽ ചെയ്യുന്നു, മാനേജ് ചെയ്യുന്നു എന്നുള്ളതാണ് ഒരു എന്താ പറയാ പേഴ്സണൽ ഡെവലപ്മെന്റ് ആൻഡ് ഓൾസോ ദ ഓർഗനൈസേഷണൽ ഡെവലപ്മെന്റ്. ഒരു ബിസിനസിന്റെ, ഒരു ഓർഗനൈസേഷന്റെ, സംരംഭത്തിന്റെ വളർച്ചയ്ക്കും അതുപോലെ തന്നെ ഓരോ വ്യക്തികളുടെയും വളർച്ചയ്ക്ക് ഇത് ഒരുപോലെ ഹെൽപ്പ് ചെയ്യും അങ്ങനെയാണെങ്കിൽ.
അപ്പൊ ഒരു ഡിഫറെന്റ് സിറ്റുവേഷൻസ്, ഫാമിലി ബാക്ക്ഗ്രൗണ്ടുകളിൽ നിന്ന് വരുന്ന ആളുകൾ എല്ലാവരും കൂടി ആർ ഗ്യാതേർഡ് അറ്റ് എ വർക്ക് പ്ലേസ്, എല്ലാവരും കൂടി ഏതെങ്കിലും ഒരു ജോലി സ്ഥലത്ത് ഒത്തുചേരുമ്പോ ഇവരെയൊക്കെ നമ്മൾ മാനേജ് ചെയ്യണം. അതിന് വേണ്ടിയിട്ടുള്ള ഒരു മാനേജേഴ്സ് ഉണ്ട്. ആ മാനേജേഴ്സ് എന്ന് പറയുന്നത് ദേ ആർ ദ ഹാർട്ട് ആൻഡ് എസെൻസ് ഓഫ് ഓർഗനൈസേഷൻ. അവരൊരു ബിസിനസിന്റെ ഹാർട്ടും എസെൻസും അന്തസത്തയും ഒക്കെയാണ് എന്നൊക്കെയാണ് വിശേഷിപ്പിച്ചിരിക്കുന്നത്. എല്ലാവരും പല പല ഉദ്ദേശത്തോടു കൂടിയും എല്ലാവർക്കും ഒരുപാട് ഉദ്ദേശങ്ങളോട് കൂടിയുമാണ് ഒരു ഓർഗനൈസേഷനിൽ വർക്ക് ചെയ്യാനായിട്ട് വരിക. ടു ഹാവ് എംപ്ലോയ്മെന്റ്, ഒരു ജോലി കിട്ടണം എന്നുള്ള ഉദ്ദേശം, ടു ഏൺ സം മണി, ചില എന്താ പറയാ പൈസ സമ്പാദിക്കണം എന്നുള്ള ഉദ്ദേശമുണ്ട്. പിന്നെ എന്താ പറയാ ടു ഗെറ്റ് എ ഗുഡ് ഫ്യൂച്ചർ, ഒരു നല്ല ഫ്യൂച്ചർ പ്രോസ്പെക്ട് ചെയ്യുന്നവരും ഉണ്ടായിരിക്കും, ആഗ്രഹിക്കുന്നവർ ലക്ഷ്യം വെക്കുന്നവരുണ്ടാകും. ആൻഡ് ആഫ്റ്റർ ഓൾ ദേ ഹാവ് ടു ബി ട്രീറ്റഡ് ആസ് എ ഹ്യൂമൻ ബീങ്, ഒരു മനുഷ്യനെ പോലെ പരിഗണിക്കണം എന്നുള്ള മൈൻഡോട് കൂടി വരുന്നവരുണ്ട്. അപ്പോ ദേ ആർ ഗിവിംഗ് ദെയർ സാലറി, റെൻഡറിംഗ് ദ സർവീസ് ഫോർ എ വേജ് ഓർ എ സാലറി. അവരുടെ സേവനങ്ങൾ ഇങ്ങനെ കാഴ്ചവെച്ച് എന്തെങ്കിലും ഒരു വരുമാന മാർഗം, അത് സാലറി രൂപത്തിലാവാം, വേജസ് രൂപത്തിലാകാം. സാലറി എന്ന് പറയുമ്പോൾ മാസശമ്പളമാണ്, വേജസ് മീൻസ് ഡെയിലി കിട്ടുന്ന കൂലിയാണ്. ഇന്നൊക്കെ ഡെയിലി വേജസ് ഒക്കെ ചില ആളുകളൊക്കെ മാസത്തിലേക്ക് മതി എന്നുള്ള രീതിയിൽ, അതായത് ഡെയിലി കിട്ടുമ്പോൾ അത് കുഞ്ഞു കുഞ്ഞു തുകയാണല്ലോ, സോ എളുപ്പം നമ്മൾ സ്പെൻഡ് ചെയ്ത് കളയും. പക്ഷെ ഇപ്പൊ ഇതൊരു വലിയ എമൗണ്ട് ആയിട്ട് ഒരുമിച്ച് കിട്ടുമ്പോൾ അത്തരം അങ്ങനെയുള്ള ഒരു കാര്യങ്ങൾക്കൊക്കെ വേണ്ടിയിട്ട് ചിലവർ പറയും. അത് ആസ് ദ കേസ് മേ ബി ഓർഗനൈസേഷനെ ഡിപ്പെൻഡ് ചെയ്തിരിക്കും. സോ മാനേജിങ് പീപ്പിൾ, അതാണ് നമ്മൾ ഈ ചാപ്റ്ററിൽ ആഫ്റ്റർ ഓൾ നമ്മൾ ഇതിന്റെ അകത്ത് മൊത്തത്തിൽ പഠിക്കാൻ പോകുന്നത്. മാനേജിങ് പീപ്പിൾ, മാനേജിങ് മാൻ പവർ എന്നുള്ളതായിരുന്നു കഴിഞ്ഞ ദിവസം നമ്മൾ ഒരു ഇൻട്രൊഡക്ഷൻ എന്നതുപോലെ ഒരൊറ്റ പേജ് ഫുള്ള് പറഞ്ഞത്. ക്ലിയർ ആയിരുന്നോ തുഷാര? നന്നായിട്ട് മനസ്സിലായില്ലേ ആ ഭാഗം? സെന്റൻസുകളൊക്കെ ഓരോന്നെടുത്ത് വായിച്ചപ്പോ എന്തെങ്കിലും ക്ലാരിറ്റിയുടെ ആവശ്യമുണ്ടോ ഇനി? മനസ്സിലായി, ഇല്ല, വൃത്തിയായിട്ട് മനസ്സിലായിട്ടത്. സോ നൗ വി ആർ ഗോയിങ് ടു സീ വാട്ട് ഈസ് ദ ഇമ്പോർട്ടൻസ് ഓഫ് ഹ്യൂമൻ റിസോഴ്സ് മാനേജ്മെന്റ്. എന്താണ് അതിന്റെ പ്രാധാന്യം? ഈ ഹ്യൂമൻ റിസോഴ്സിനെ ഇങ്ങനെ മാനേജ് ചെയ്യണമെന്നതിന് എന്തെങ്കിലും പ്രാധാന്യമുണ്ടോ? പ്രാധാന്യമുള്ള കാര്യങ്ങളാണല്ലോ നമ്മൾ ചെയ്യേണ്ടത്. സോ നമ്മൾ വിചാരിക്കും ഹ്യൂമൻ റിസോഴ്സിനെ എന്തിനു മാനേജ് ചെയ്യണം, ഓരോരുത്തർക്കും ഓരോ ജോലി കൊടുത്തിട്ടുണ്ടല്ലോ, ദേ വിൽ ഡു ഇറ്റ്, അവരെല്ലാവരും നല്ല രീതിയിൽ അത് ചെയ്യും എന്ന് നമ്മൾ പ്രോസ്പെക്ട് ചെയ്തിട്ട് മാത്രം കാര്യമില്ല. നമ്മൾ പ്ലാൻ ചെയ്ത് വെക്കണം, ഇന്ന കാര്യങ്ങളൊക്കെ ഇന്ന ആൾക്കാരെ കേൾപ്പിച്ചിട്ടുണ്ട്, ദേ വിൽ ഡു ഇറ്റ്, അവരത് ചെയ്തോളും പ്രോപ്പർ ആയിട്ട് എന്നൊക്കെ വിചാരിച്ചിട്ട് നമ്മൾ ഇങ്ങനെ കയ്യും കെട്ടി നോക്കിയിരുന്ന കാര്യമില്ല. ദ മാനേജേഴ്സ് ഹു ആർ അസോസിയേറ്റഡ് വിത്ത് മാനേജിങ് ദീസ് ഹ്യൂമൻ പവർ, ഈ പറയുന്ന ഹ്യൂമൻ പവറിനെ മാനേജ് ചെയ്യാനായിട്ട് റെസ്പോൺസിബിൾ ആയിട്ടുള്ള ആളുകൾ ഇടയ്ക്കിടയ്ക്ക് അവരെ ഒന്ന് സന്ദർശിക്കണം, അല്ലെ? അവര് പറയുന്ന കാര്യങ്ങളൊക്കെ കൃത്യമായി ചെയ്യുന്നുണ്ടോ എന്ന് നമുക്കൊന്ന് സ്ക്രൂട്ടനൈസ് ചെയ്യാം, അല്ലെങ്കിൽ അത് നമുക്കൊന്ന് മനസ്സിലാക്കാം അവര് ചെയ്യുന്നുണ്ടോ, പ്രോപ്പറായ രീതിയിലാണോ ചെയ്യുന്നത്, അല്ലെ? അങ്ങനെയുള്ള കാര്യങ്ങൾ മാത്രമല്ല, ഇഫ് എനി പ്രോബ്ലംസ്, അവർക്ക് ആ ഒരു എന്താ പറയാ വർക്ക് ചെയ്യുന്ന സമയത്ത് ഇഫ് ദേ ആർ ഫേസിങ് സം പ്രോബ്ലംസ് ഓർ സഫറിങ് സംതിങ് ഇൻ ദയർ മൈൻഡ്, അവരുടെ മനസ്സിൽ എന്തെങ്കിലും കാര്യങ്ങളൊക്കെ സഫർ ചെയ്യുന്നുണ്ടോ, അവർക്ക് ആ ജോലിയുമായിട്ട് ബന്ധപ്പെട്ട എന്തെങ്കിലും പ്രോബ്ലംസ് ഫേസ് ചെയ്യേണ്ടി വരുന്നുണ്ടോ എങ്കിൽ അതൊക്കെ മനസ്സിലാക്കാൻ നമ്മൾ അവരോട് ഒന്ന് കമ്മ്യൂണിക്കേറ്റ് ചെയ്ത് അവരെ അപ്രോച്ച് ചെയ്ത് അവരോട് നല്ല രീതിയിൽ ഒന്ന് എന്താ പറയാ അപ്രോച്ച് ചെയ്താൽ മാത്രമേ, ഒരു ഹ്യൂമൻലി ഫ്രണ്ട്ലി ഒരു അപ്രോച്ച് അവരോട് ചെയ്താൽ മാത്രമേ അവരതൊക്കെ നമുക്ക് ഷെയർ ചെയ്യുള്ളൂ. അപ്പൊ അതൊക്കെ ഷെയർ ചെയ്ത് ആണ് ഇനി ഏതെങ്കിലും രീതിയിൽ ഇഫ് ദേ വാണ്ട് സം മോട്ടിവേഷൻസ്, എന്തെങ്കിലും തരത്തിലുള്ള മോട്ടിവേഷൻസ് വേണമെങ്കിൽ അതൊക്കെ കൊടുത്ത് അവരെ എന്താ പറയാ എനർജറ്റിക് ആയിട്ട് ഓർഗനൈസേഷന്റെ ലക്ഷ്യം നേടിയെടുക്കാൻ വേണ്ടി അവരെ കൂടി എന്ത് ചെയ്യിപ്പിക്കുക, ഉത്തേജിപ്പിക്കുക എന്നുള്ളതാണ്. അപ്പൊ ഹ്യൂമൻ റിസോഴ്സ് മാനേജ് ചെയ്യുക എന്നുള്ളത് വളരെ ഇമ്പോർട്ടന്റ് തന്നെയാണ്. അപ്പൊ അതിന്റെ ആ ഇമ്പോർട്ടൻസ് 3 സ്റ്റേജസിൽ ഡിവൈഡ് ചെയ്തിരിക്കുകയാണ്. വാട്ട് ഈസ് ദ ഇമ്പോർട്ടൻസ് ഓഫ് ഹ്യൂമൻ റിസോഴ്സ് മാനേജ്മെന്റ്? എന്തിനാണ് ഹ്യൂമൻ റിസോഴ്സ് മാനേജ് ചെയ്യുന്നത്? ആ മാനേജ്മെന്റ് ഓഫ് ഹ്യൂമൻ റിസോഴ്സസിനെ പ്രധാനമായിട്ട് 3 സ്റ്റാൻഡ് പോയിന്റ്സ് ആണ്. എന്തുകൊണ്ട് അത് പ്രാധാന്യം അർഹിക്കുന്നു എന്നുള്ളതിന് 3 അടിസ്ഥാനപരമായിട്ടുള്ള 3 പോയിന്റുകളാണ് അവർ പറയുന്നത്. ഇത് മാനേജ് ചെയ്യേണ്ടത് അത്യാവശ്യം തന്നെയാണ്. ഏത് കാഴ്ചപ്പാടുകളിലാണ് ഈ പറയുന്ന ഹ്യൂമൻ റിസോഴ്സിനെ മാനേജ് ചെയ്യണം എന്ന് പറയുന്നത്? ദാറ്റ് ഈസ് ഓൺ 3 സ്റ്റാൻഡ് പോയിന്റ്സ്, 3 സ്റ്റാൻഡ് പോയിന്റ്സിലാണ്, വിച്ച് ഈസ് സോഷ്യൽ സിഗ്നിഫിക്കൻസ്, പ്രൊഫഷണൽ സിഗ്നിഫിക്കൻസ് ആൻഡ് സിഗ്നിഫിക്കൻസ് ഓഫ് ഇൻഡിവിജ്വൽ എന്റർപ്രൈസ്. ഈ 3 രീതിയിലാണ് അതിനെ ക്ലാസിഫൈ ചെയ്തിരിക്കുന്നത്. ഈ 3 കാര്യങ്ങളുടെ അടിസ്ഥാനത്തിലാണ് ഹ്യൂമൻ റിസോഴ്സ് മാനേജ് ചെയ്യേണ്ടത് അത്യാവശ്യമാണെന്ന് പറയുന്നതിന് കാരണം. സോ ലെറ്റ്സ് സീ ഈച്ച് ആൻഡ് എവരി വൺ. ഓരോ നമുക്ക് എന്താണെന്ന് നോക്കാം. സോഷ്യൽ സിഗ്നിഫിക്കൻസ് എന്താണ്? പ്രോപ്പർ മാനേജ്മെന്റ് ഓഫ് പേഴ്സണൽ, അതായത് തൊഴിലാളികളെ കൃത്യമായ രീതിയിൽ മാനേജ് ചെയ്താൽ എന്ത് സംഭവിക്കും? ഇറ്റ് ഇൻക്രീസസ് ദെയർ ഡിഗ്നിറ്റി,
ഓരോരുത്തർക്കും അവരവരുടെ മാന്യത, അവരുടെ എന്താ പറയാ, അവരുടെ ആ ഒരു ഡിഗ്നിറ്റി, പ്രൗഡ്, അതിനെ വർദ്ധിപ്പിക്കാൻ സാധിക്കും. ആൻഡ് ഓൾസോ ദേ ക്യാൻ ഇൻക്രീസ് ദെയർ, അതോടൊപ്പം തന്നെ ദേ ക്യാൻ സാറ്റിസ്ഫൈ ദെയർ സോഷ്യൽ നീഡ്സ്. നമ്മുടെ സാമൂഹ്യപരമായിട്ടുള്ള ആവശ്യങ്ങളെ നമുക്ക് ഇല്ലാതാക്കാൻ സാറ്റിസ്ഫൈ ചെയ്യാൻ, സംതൃപ്തപ്പെടുത്താൻ സാധിക്കും. എന്ന് വെച്ചാൽ സമൂഹത്തിന് ഇന്നാള് ഒരു ഓർഗനൈസേഷൻ വർക്ക് ചെയ്യാണ്, ആൾക്ക് അവിടെ ഒരു ജോലിയുണ്ട് അല്ലെ, അതൊരു സോഷ്യൽ സ്റ്റേറ്റസ് ആണ് നമ്മളുടെ. നമുക്ക് സമൂഹത്തിൽ ഒരു നില നൽകുക, അത്രേ ഉള്ളൂ കാര്യം. അപ്പൊ ഹ്യൂമൻ റിസോഴ്സസ് മാനേജ് ചെയ്ത് അത് കൃത്യമായ രീതിയിൽ അവരുടെ ആ തൊഴിലിന്റെ ആ ഒരു എന്താ പറയാ സ്വഭാവത്തെ ഇൻക്രീസ് ചെയ്യിപ്പിക്കുക, അവരുടെ എഫിഷ്യൻസി വർദ്ധിപ്പിക്കുക. നല്ലൊരു അവിടെ ജോലി ചെയ്യുന്ന ആളാണ്, നല്ലൊരു ജോലിക്കാരനാണ് അയാള് എന്ന് ആളുകൾ പറയുമ്പോൾ ഒരു സോഷ്യൽ സിഗ്നിഫിക്കൻസ് ആണ് നമുക്ക് കിട്ടുക. അപ്പൊ ആ തൊഴിലാളിയെ ഒന്നുകൂടി പ്രോപ്പറായിട്ട് മാനേജ് ചെയ്താൽ അവരുടെ ആ ഒരു എഫിഷ്യൻസി, അവരുടെ ഡിഗ്നിറ്റി, മാന്യതയൊക്കെ വർദ്ധിപ്പിക്കാനായിട്ടും അതോടൊപ്പം തന്നെ ദേ ക്യാൻ സാറ്റിസ്ഫൈ ദയർ സോഷ്യൽ നീഡ്സ്, അവരുടെ സാമൂഹികപരമായിട്ടുള്ള ആവശ്യങ്ങളെ സംതൃപ്തപ്പെടുത്താനും സാധിക്കും എന്നുള്ളതാണ് ഒന്നാമത്തെ. സോഷ്യൽ സിഗ്നിഫിക്കൻസ് എന്ന് പറയുമ്പോൾ തന്നെ ഓർക്കുക, ഇറ്റ് ഇൻക്രീസസ് ദ ഡിഗ്നിറ്റി ആൻഡ് ഇറ്റ് ഓൾസോ സാറ്റിസ്ഫൈ ദ സോഷ്യൽ നീഡ്സ് എന്നുകൂടി. ആ രണ്ട് കാര്യങ്ങളുമാണ് സോഷ്യൽ സിഗ്നിഫിക്കൻസുമായിട്ട് ബന്ധപ്പെട്ടുള്ളത്. സെക്കൻഡ് വൺ, രണ്ടാമത്തേത് പ്രൊഫഷണൽ സിഗ്നിഫിക്കൻസ് ആണ്. അതായത് നമുക്ക് വെൻ വി ആർ വർക്കിംഗ് ഇൻ ആൻ ഓർഗനൈസേഷൻ, ഒരു ഓർഗനൈസേഷനിൽ നമ്മൾ വർക്ക് ചെയ്യുന്ന സമയത്ത് ഇഫ് യു ആർ ഗെറ്റിംഗ് ഹെൽത്തി വർക്കിംഗ് എൻവയോൺമെന്റ്, നമുക്ക് കിട്ടുന്നത് ഒരു എന്താ പറയാ നല്ല ഒരു ഹെൽത്തി ആയിട്ടുള്ള ഒരു വർക്കിംഗ് എൻവയോൺമെന്റ്, നമുക്ക് നമ്മുടെ ചുറ്റുപാട്, അത് നമുക്ക് വർക്ക് ചെയ്യുന്ന സിറ്റുവേഷൻ അല്ലെങ്കിൽ ആ എൻവയോൺമെന്റ് വളരെ അനുയോജ്യമായതാണ്, നമുക്ക് നല്ല ഹെൽത്തി ആയിട്ടുള്ള ആരോഗ്യപരമായിട്ടുള്ള ഒരു അന്തരീക്ഷം നമുക്ക് സൃഷ്ടിച്ച് കിട്ടിക്കഴിഞ്ഞാൽ അതെന്ത് ചെയ്യും? ഇറ്റ് പ്രൊമോട്ട്സ് ദ ടീം വർക്ക് ഓഫ് ദ എംപ്ലോയീസ് ഒരുമിച്ച് ചെയ്യുന്ന ടീം വർക്ക് ഉണ്ടല്ലോ. നമ്മൾ ഒരുപാട് ജോലിക്കാർ ഒരുമിച്ച് ഇരുന്നിട്ടാണ് ഒരു ഓർഗനൈസേഷനിൽ വർക്ക് ചെയ്യുമ്പോൾ അവരെല്ലാവരും ഒത്തൊരുമിച്ച് ആ ഒരു ഓർഗനൈസേഷന്റെ ഗോൾസ് നേടിയെടുക്കാൻ വേണ്ടിയിട്ട് പരിശ്രമിക്കും അല്ലെ. അപ്പൊ അത് എന്താ പറയാ, ആ ടീം വർക്കിനെ പ്രൊമോട്ട് ചെയ്യും. മനസ്സിലായോ? അതിന്റെ ഫലമായിട്ട് ഏത് പ്രൊഫഷണൽ ആണ്, അത് പ്രൊഫഷണൽ സിഗ്നിഫിക്കൻസ് ആണ് അങ്ങനെ കൊടുക്കുക. അതായത് വൈൽ providing healthy atmosphere or healthy environment in a workplace, it promotes the teamwork among the employees ന്റെ ഇടയിൽ അല്ലെങ്കിൽ വർക്കേഴ്സിന്റെ ഇടയിൽ ഒരു ടീം വർക്ക് പ്രൊമോട്ട് ചെയ്യാനായിട്ട് അതിലൂടെ സാധിക്കും. എല്ലാവർക്കും കൃത്യമായ രീതിയിൽ നല്ലൊരു എൻവയോൺമെന്റ് ആ വർക്കിംഗ് പ്ലേസിൽ സൃഷ്ടിച്ചാൽ മാത്രം അല്ല, വർക്ക് ചെയ്താൽ മാത്രം മതി, ബാക്കി കാര്യങ്ങളൊന്നും അവരെ മോശമായിട്ട് അവരോട് പെരുമാറുക അല്ലെങ്കിൽ അവർ നല്ലൊരു അന്തരീക്ഷം. ഇപ്പൊ നമ്മൾ വർക്ക് ചെയ്യുന്ന ഒരു പ്ലേസ് ഇരുന്ന് ചെയ്യേണ്ട ജോലിയാണ്, നമുക്കൊരു അറ്റ്മോസ്ഫിയർ നല്ല രീതിയിലായിരിക്കണം. നമുക്ക് കിട്ടുന്ന ഒരു എൻവയോൺമെന്റ്, നമ്മുടെ ചുറ്റുപാട്, നമ്മൾ കൂടെ വർക്ക് ചെയ്യുന്നവര് എല്ലാവരും ഒരേ എന്താ പറയാ, ചില പെട്ടെന്ന് ദേഷ്യം വരുന്നവരോ അല്ലെങ്കിൽ പെട്ടെന്ന് അതിക്രമ സ്വഭാവം ഉള്ളവരോ ഒക്കെ അതിന്റെ ഇടയിലൊക്കെ ഉണ്ടായി നമ്മൾ ഇരുത്തി കഴിഞ്ഞാൽ നമ്മളെപ്പോഴും എന്താ പറയാ, എപ്പോഴും നമ്മളിങ്ങനെ ഒരു അലേർട്ടായിട്ട് പേടിച്ച് ഇങ്ങനെ ഇരിക്കും അല്ലെ, എന്തൊക്കെയാ ഉണ്ടാവുകയെന്നൊന്നും നമുക്കറിയാൻ പറ്റില്ല. അപ്പൊ അറ്റ്മോസ്ഫിയർ അവിടെ നല്ല രീതിയിലല്ല. അപ്പൊ എൻവയോൺമെന്റൽ സിറ്റുവേഷൻസ് ഒക്കെ കൃത്യമായിട്ട് ഫേവറബിൾ ആകുന്ന രീതിയിൽ എംപ്ലോയീസിന് കൊടുത്തു കഴിഞ്ഞാൽ ആ വർക്കേഴ്സ് എല്ലാവരും കൂടി ഒത്തുചേർന്ന് അവരെന്ത് ചെയ്യും, ഓർഗനൈസേഷന് വേണ്ടി നന്നായി പ്രവർത്തിക്കും. ആ ടീം വർക്ക് അവിടെ നല്ല രീതിയിൽ നടത്തപ്പെടും എന്നുള്ളതാണ് പ്രൊഫഷണൽ സിഗ്നിഫിക്കൻസ്. പറയാം മൂന്ന് കാര്യമാണ് പറയണേ. സോഷ്യൽ സിഗ്നിഫിക്കൻസിൽ പറയുന്നത് ഇറ്റ് ഇൻക്രീസസ് ദ ഡിഗ്നിറ്റി of the employees and also it satisfies the social needs of the employees. ആ രണ്ട് കാര്യമാണ് അവിടെ പറയുന്നതെങ്കിൽ പ്രൊഫഷണൽ സിഗ്നിഫിക്കൻസിൽ പറയുന്നത് ഹെൽത്തി വർക്കിംഗ് എൻവയോൺമെന്റ് പ്രൊവൈഡ് ചെയ്ത് ദേ ക്യാൻ പ്രൊമോട്ട് ദ എന്ത് പ്രൊമോട്ട് ചെയ്യാൻ പറ്റും എന്നാണ്, ദേ ക്യാൻ പ്രൊമോട്ട് ദ ടീം വർക്ക് ഓഫ് ദ എംപ്ലോയീസിന്റെ ടീം വർക്ക് വർദ്ധിപ്പിക്കാൻ പറ്റും എന്നാണ് പ്രൊഫഷണൽ സിഗ്നിഫിക്കൻസിൽ പറയാം. ആൻഡ് തേർഡ് വൺ ഈസ് സിഗ്നിഫിക്കൻസ് ഫോർ ഇൻഡിവിജ്വൽ എന്റർപ്രൈസ് ആണ്. നമ്മൾ ഒരു ഓർഗനൈസേഷനിൽ വർക്ക് ചെയ്യുമ്പോൾ while we are fulfilling the goals of the organization, നമ്മളൊരു ഓർഗനൈസേഷനിൽ വർക്ക് ചെയ്യുന്നത് എന്താണ് ഉദ്ദേശം? നമ്മളുടെ എന്താ പറയാ നന്മ മാത്രമല്ല നമ്മൾ ഉദ്ദേശിക്കുന്ന ഞാൻ വർക്ക് ചെയ്യുന്ന ഓർഗനൈസേഷൻ അത് ലക്ഷ്യം വെച്ചിരിക്കുന്ന ഒത്തിരി കാര്യങ്ങളുണ്ട്. അതിലേക്ക് എത്താൻ വേണ്ടി, അത് ഫുൾഫിൽ ചെയ്യാൻ വേണ്ടി, അത് സംതൃപ്തപ്പെടുത്താൻ വേണ്ടിയിട്ട് ഞാനും കൂടി അതിന്റെ ഒരു ഭാഗമാണ്. അപ്പൊ അതിലേക്ക് ഞാൻ അങ്ങനെ ചെയ്യുമ്പോൾ എന്ത് ചെയ്യാൻ പറ്റും? ഇറ്റ് ക്യാൻ ക്രിയേറ്റ് റൈറ്റ് ആറ്റിറ്റ്യൂഡ് അമംഗ് ദ എംപ്ലോയീസ് ത്രൂ ഇഫക്റ്റീവ് മോട്ടിവേഷൻ. ആ ഒരു ഇതിലേക്ക്, ആ ഒരു അൾട്ടിമേറ്റ് ഗോളിലേക്ക് ഞാനും കൂടി പങ്കാളിയാകുമ്പോൾ അല്ലെങ്കിൽ ആകണമെങ്കിൽ എന്ത് ചെയ്യാം, ആ എംപ്ലോയീസിന്റെ ഇടയിൽ ഒരു നല്ലൊരു ആറ്റിറ്റ്യൂഡ് വളർത്തണം. ആ ഓർഗനൈസേഷനെ കുറിച്ച്, നമ്മൾ വർക്ക് ചെയ്യുന്ന ആ ഒരു ബിസിനസ് സ്ഥാപനത്തെ കുറിച്ച് നമുക്കൊരു നല്ല മനോഭാവം ഉണ്ടായിരിക്കണം. അത് എങ്ങനെ നല്ല മനോഭാവം ഉണ്ടാകുക? ത്രൂ എന്താണ് മോട്ടിവേഷൻ.
ഈ എംപ്ലോയീസിനെ മോട്ടിവേറ്റ് ചെയ്തുകൊണ്ടാണ്. ഇഫക്റ്റീവായിട്ട് അവരെ മോട്ടിവേറ്റ് ചെയ്യണം. നല്ല രീതിയിൽ ഇടയ്ക്ക് പ്രചോദനങ്ങൾ കൊടുക്കുക, ചില തള്ളലുകൾ, പല രീതിയിൽ മോട്ടിവേഷൻസ് കൊടുക്കുന്നുണ്ട്. അതിനെ കുറിച്ച് നമ്മൾ കുറച്ച് കഴിയുമ്പോൾ ഈ ചാപ്റ്ററിൽ തന്നെ പഠിക്കുന്നുണ്ട് എന്താണ് മോട്ടിവേഷൻ, ഏതൊക്കെ രീതിയിൽ മോട്ടിവേഷൻസ് കൊടുക്കാം, ഹൗ ദ എംപ്ലോയീസ് ക്യാൻ ബി മോട്ടിവേറ്റഡ്, എങ്ങനെ ഇവരെ മോട്ടിവേറ്റഡ് ആക്കാം എന്നുള്ളതൊക്കെ നമ്മൾ പറയുന്നുണ്ട്. അപ്പോൾ നമ്മൾ ഓർത്തിരിക്കുക, ഹ്യൂമൻ റിസോഴ്സ് മാനേജ്മെന്റ് എന്ന് പറയുന്നത് വളരെയധികം എന്താ പറയുക മാനേജ് ചെയ്യപ്പെടേണ്ടതാണ്. അതിന് വളരെയധികം ഇമ്പോർട്ടൻസ് ഉണ്ട് മാനേജ് ചെയ്യുന്നതിന്. ആൻഡ് ദ ഇമ്പോർട്ടൻസ് ആർ ഓൺ ബേസ്ഡ് ഓൺ ദ 3 സ്റ്റാൻഡ് പോയിന്റ്സ്. ആ ഇമ്പോർട്ടൻസ് അല്ലെങ്കിൽ ആ പ്രാധാന്യം നിലനിൽക്കുന്നത് 3 ബേസിക് ആയിട്ടുള്ള സ്റ്റാൻഡ് പോയിന്റ്സിലാണ്. അത് 1 സോഷ്യൽ സിഗ്നിഫിക്കൻസ്, 2 പ്രൊഫഷണൽ സിഗ്നിഫിക്കൻസ് ആൻഡ് 3 സിഗ്നിഫിക്കൻസ് ഓഫ് ഇൻഡിവിജ്വൽ എന്റർപ്രൈസ് എന്നുള്ളത്. 3 കാര്യങ്ങളാണ് പറയണേ. സോഷ്യൽ സിഗ്നിഫിക്കൻസിൽ പറഞ്ഞു ഇൻക്രീസ് ദ ഡിഗ്നിറ്റി ആൻഡ് സോഷ്യൽ നീഡ്സ് സാറ്റിസ്ഫൈ ചെയ്യുക എന്നുള്ള 2 കാര്യങ്ങളാണ് സോഷ്യൽ സിഗ്നിഫിക്കൻസിൽ പറയുന്നതെങ്കിൽ, പ്രൊഫഷണൽ സിഗ്നിഫിക്കൻസിൽ പറയുന്നത് ബൈ പ്രൊവൈഡിങ് ഹെൽത്തി എൻവയോൺമെന്റ് സിറ്റുവേഷൻസ് ഇൻ ആൻ ഓർഗനൈസേഷൻ ഇറ്റ് പ്രൊമോട്ട്സ് ദ ടീം വർക്ക് എമംഗ് ദ എംപ്ലോയീസിന്റെ ഇടയിൽ ടീം വർക്ക് പ്രൊമോട്ട് ചെയ്യാനായിട്ട് ഹെൽപ്പ് ചെയ്യും എന്നുള്ളത്. നല്ലൊരു എൻവയോൺമെന്റ് സൃഷ്ടിച്ചു കൊടുത്താൽ ഇഫ് ക്ലോസ് ആണ്, അങ്ങനെയാണെങ്കിൽ മാത്രം. ഇനി സിഗ്നിഫിക്കൻസ് ഫോർ ഇൻഡിവിജ്വൽ എന്റർപ്രൈസിൽ പറയുന്നത് ഓർഗനൈസേഷന്റെ ഗോൾസ് ഫുൾഫിൽ ചെയ്യണമെങ്കിൽ they should be provided right attitude among the workers by motivating them. പല രീതിയിലുള്ള മോട്ടിവേഷൻസിലൂടെ, ഇഫക്റ്റീവ് ആയിട്ടുള്ള മോട്ടിവേഷൻസിലൂടെ ആളുകളിൽ, അതായത് എംപ്ലോയീസിൽ നല്ലൊരു മനോഭാവം ആ എംപ്ലോയ്മെന്റിനെ കുറിച്ച് അല്ലെങ്കിൽ അവരുടെ ഓർഗനൈസേഷനെ കുറിച്ച് വളർത്താനായിട്ട് ശ്രദ്ധിക്കണം. അതാണ് ഹെൽപ്പ് ചെയ്യുന്നത്. ഇനി നമുക്ക് നോക്കാം, വാട്ട് ആർ ദ ഡിഫറൻസസ് ബിറ്റ്വീൻ പേഴ്സണൽ മാനേജ്മെന്റ് ആൻഡ് ഹ്യൂമൻ റിസോഴ്സ് മാനേജ്മെന്റ്. ഹ്യൂമൻ റിസോഴ്സ് എന്ന് പറയുന്നത് അവിടെ ജോലി ചെയ്യുന്ന എല്ലാവരും, മറ്റേത് തൊഴിൽ മാനേജ്മെന്റ് ആണ്. പേഴ്സണൽ എത്രത്തോളം തൊഴിൽ ചെയ്യപ്പെടുന്നു എന്നുള്ളതിന്റെ അടിസ്ഥാനത്തിൽ അതിനെ മാനേജ് ചെയ്യണം. ഈ തൊഴിൽ ചെയ്യുന്നതിന്റെ പോരായ്മകളൊക്കെ ഉണ്ടെങ്കിൽ അതിനൊക്കെ നികത്തി അതിനെ കൃത്യമായ രീതിയിൽ മാനേജ് ചെയ്തുകൊണ്ടുക. മറ്റേത് ഏതാണ്? ഹ്യൂമൻ റിസോഴ്സ് ആണ്, മനുഷ്യ വിഭവത്തെയാണ് മാനേജ് ചെയ്യേണ്ടത്. 2 അതിൽ 1 പേഴ്സണൽ മാനേജ്മെന്റ് ആണ്, PM എന്ന് കൊടുത്തിരിക്കുന്ന HRM, ഹ്യൂമൻ റിസോഴ്സ് മാനേജ്മെന്റിന്റെ ഷോർട്ട് ഫോം ആണ്. സോ ലെറ്റ്സ് സീ വാട്ട് ആർ ദ ഡിഫറൻസസ് ഓർ എനി സിമിലാരിറ്റീസ് എന്തെങ്കിലും ഉണ്ടോ എന്ന് നമുക്ക് നോക്കാം. ഒന്നാമത്തേത് പേഴ്സണൽ മാനേജ്മെന്റ് ഈസ് ദ മാനേജ്മെന്റ് ഓഫ് മെഷീൻ ഓപ്പറേറ്റേഴ്സ്. ചില നമുക്കറിയാം തൊഴിലാളിയാണ്, അതായത് സാലറീഡ് പേഴ്സൺസ് അല്ല, ഒഫീഷ്യൽ വർക്കുകളൊക്കെ ചെയ്യുന്ന എംപ്ലോയീസ് എല്ലാം വർക്കേഴ്സ് ആണ്. അതായത് മോസ്റ്റ് ഓഫ് ദ വർക്കേഴ്സ് വിച്ച് ഈസ് ഇൻക്ലൂഡഡ് എന്ന് പറയുന്നത് മെഷീൻ ഓപ്പറേറ്റേഴ്സ് ആണ്. ആ മെഷീൻ ഓപ്പറേറ്റേഴ്സിനെ മാത്രം മാനേജ്മെന്റിനെയാണ് നമ്മൾ എന്ത് വിളിക്കുക? PM. ദാറ്റ് ഈസ് പേഴ്സണൽ, തൊഴിലിന് വേണ്ടിയിട്ട് ചെയ്യുന്ന തൊഴിലാളികളെ മാനേജ് ചെയ്യുക എന്ന് വെച്ചാൽ മെഷീൻ ഓപ്പറേറ്റേഴ്സ് ആണ് അതിനകത്ത് കൂടുതൽ വരാം. എന്നാൽ HRM എന്ന് പറയുന്നത് ഇറ്റ് ഈസ് കൺസേൺഡ് വിത്ത് ദ ഡിസിഷൻ മേക്കേഴ്സ്. എങ്ങനെയാണ് ഒരു ജോലി ചെയ്യേണ്ടത്? ഞങ്ങൾ കഴിഞ്ഞ ദിവസം ഞാൻ പറഞ്ഞിരുന്നു നിങ്ങളോട്, വി ക്യാൻ ഡു എ വർക്ക് വെരി ഹാർഡ് വർക്കിങ്ങിലൂടെ നമുക്ക് ഒരു ജോലി ചെയ്യാം. ആൻഡ് ഓൾസോ വി ക്യാൻ ഡു ദ സെയിം വർക്ക് സ്മാർട്ട്ലി, വളരെ സ്മാർട്ടായിട്ട് നമുക്ക് ചെയ്യാം അല്ലെ. ദ ഡിസിഷൻ ഈസ് ടു ബി മെയ്ഡ് ബൈ അവർ സെൽസ്. നമ്മൾ എങ്ങനെ ചെയ്യണമെന്ന് നമ്മൾ തീരുമാനിക്കണം, ഡിസൈഡ് ചെയ്യണം എങ്ങനെ ഒരു ജോലി ചെയ്യാം, വളരെ സ്മാർട്ടായിട്ട് ചെയ്യണോ അല്ലെങ്കിൽ വേണ്ട. ഇതെല്ലാം ഇങ്ങനെ നമുക്ക് ഒരു ജോലി എന്താ പറയാ അലോട്ട് ചെയ്ത് തരുമ്പോ അവിടെ കൂട്ടി വെച്ചിരുന്ന് എല്ലാം കൂടി ഒരുമിച്ച് മടിയൻ മല ചുമക്കുന്നു എന്ന് പറയുന്ന ഒരു പഴഞ്ചൊല്ല് പറയും അല്ല. എല്ലാം കൂടി കൂട്ടി വെച്ചിരുന്ന് അവസാനം എല്ലാം കൂടി ഒരുമിച്ചിരുന്ന് ചെയ്യാനായിട്ട് നോക്കും. അന്നേരം ഭയങ്കര ബുദ്ധിമുട്ടാണ്, ഒത്തിരി ഉണ്ടാകും. ചില കുട്ടികൾ എന്തെങ്കിലുമൊക്കെ വർക്ക് ടീച്ചർ കൊടുത്തു കഴിയുമ്പോൾ ചില കുട്ടികൾ അന്നന്ന് തന്നെ അത് കംപ്ലീറ്റ് ചെയ്ത് വെക്കും. ചിലതുങ്ങൾ അവിടെ കൂട്ടി വെക്കും. അവസാനം നമ്മളിങ്ങനെ പറയും, അവിടെ കൂട്ടി വെച്ചില്ലേ, അവസാനം മടിയൻ മല ചുമക്കുന്ന പണിയാണ്. എല്ലാം കൂടി ഒരുമിച്ചിരുന്ന് എഴുതി തയ്യാറാക്കാൻ നോക്കും. സോ ഇറ്റ് വിൽ ടേക്ക് മോർ ടൈം അല്ലെ, ഒത്തിരി സമയം എടുക്കും. അത് എന്താ പറയാ, നമുക്ക് തന്നെ ഒന്നും മനസ്സിലാവില്ല, വെറുതെ കുറെ ഇങ്ങനെ എഴുതി കൂട്ടിയോ. അതുപോലെ പഠിക്കുന്ന കാര്യത്തിലും അങ്ങനെ തന്നെ കൂട്ടിയിട്ടോ എല്ലാ ദിവസവും വീട്ടിലിരുന്ന് ഒരു കുറച്ച് സമയം നമ്മൾ അതിനു വേണ്ടി സ്പെൻഡ് ചെയ്താൽ ചിലപ്പോൾ അതൊക്കെ തലയിൽ കയറിയിരിക്കും. പിന്നീട് എക്സാമിന്റെ സമയത്തോ അല്ലെങ്കിൽ ഏതെങ്കിലും രീതിയിലോ ടീച്ചേഴ്സ് പറയുന്ന സമയത്ത് നമുക്ക് അതൊന്ന് മറിച്ച് നോക്കിയാൽ മതിയാകും. അതുപോലെ തന്നെയാ ഇവിടെ ഡിസിഷൻ മേക്കേഴ്സ് ആണ്. അപ്പൊ ഡിസൈഡ് ചെയ്യണം, എല്ലാം കൂടി എങ്ങനെ ചെയ്യണം, ഏത് രീതിയിൽ ചെയ്യണം എന്നുള്ളത് നമ്മൾ ഡിസൈഡ്. അപ്പൊ കുട്ടികളെ തീരുമാനിക്കണം, ഇത് എങ്ങനെ ചെയ്താലാണ് എനിക്ക് കൂടുതൽ എന്താ പറയാ നേട്ടം ഉണ്ടാക്കുക, എനിക്ക് ബെനിഫിറ്റ് ആകുക എന്ന് അറിയണം അല്ലെ. അപ്പൊ അതിനുവേണ്ടി അപ്പൊ പേഴ്സണൽ മാനേജ്മെന്റ് എന്ന് പറയുന്നത് മെഷീൻ ഓപ്പറേറ്റേഴ്സിനെ മാനേജ് ചെയ്യുന്നതാണെങ്കിൽ എന്താ പറയാ HRM എന്ന് പറയുന്നത് ഇറ്റ്സ് കൺസേൺഡ് വിത്ത് ദ ഡിസിഷൻ മേക്കേഴ്സ്, തീരുമാനങ്ങൾ എടുക്കുന്നവരുമായിട്ട് ബന്ധപ്പെട്ടതാണ്. അവിടെ ഒത്തിരി എംപ്ലോയീസ് വരാം. ഇനി പേഴ്സണൽ മാനേജ്മെന്റിൽ വരുന്ന അടുത്ത ഡിഫറൻസ് ആണ് റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ ദ മാനേജ്മെന്റ് ആൻഡ് ട്രേഡ് യൂണിയൻസ്. ട്രേഡ് എന്ന് പറയുമ്പോൾ അറിയാലോ അല്ലെ,
തൊഴിലാളികളുടെ വർഗമാണ് അവിടെ. അപ്പൊ ട്രേഡ് യൂണിയനും അതുപോലെ തന്നെ മാനേജ്മെന്റും തമ്മിലാണ് അവിടെ ബന്ധമുള്ളത്. ഏതില്? പേഴ്സണൽ മാനേജ്മെന്റിലുള്ളത് എങ്കിൽ ഇവിടെ HRM-ൽ വരുന്നത് ഇറ്റ് ഈസ് ദ റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ ദ എംപ്ലോയർ ആൻഡ് എംപ്ലോയി. എംപ്ലോയർ തൊഴിൽ കൊടുക്കുന്നവരും തൊഴിൽ ചെയ്യുന്നവരും തമ്മിലുള്ള ബന്ധമാണ്, റിലേഷൻഷിപ്സ് ആണ്. അപ്പൊ രണ്ടിലും അവിടെയും വ്യത്യാസം വന്നു. പേഴ്സണൽ മാനേജ്മെന്റിൽ റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ ദ ട്രേഡ് യൂണിയൻസ് ആൻഡ് ദ മാനേജ്മെന്റും ട്രേഡ് യൂണിയൻസും തമ്മിലുള്ള ബന്ധമാണെങ്കിൽ HRM-ൽ എംപ്ലോയേഴ്സും എംപ്ലോയീസും തമ്മിലുള്ള ബന്ധാണ് പറയാ. ഇനി മറ്റൊന്നാണ് മാനേജ്മെന്റ് ഓഫ് ലോവർ ലെവൽ സ്റ്റാഫ് ആണ്. പേഴ്സണൽ മാനേജ്മെന്റ് നമ്മൾ തൊഴിലാളികളെ മാനേജ് ചെയ്യാണ്. അതെവിടെ വരിക? ഏറ്റവും ലോവർ ലെവലാണ്. ഏറ്റവും ബോട്ടം ലെവലിൽ വരുന്ന സ്റ്റാഫിനെയാണ് നമ്മൾ എന്ത് വിളിക്കുക? തൊഴിലാളികൾ. അപ്പൊ അവരെ മാനേജ് ചെയ്യുക എന്നുള്ളത് മാത്രമേ ഇതിൽ വരുന്നുള്ളൂ, പേഴ്സണൽ മാനേജ്മെന്റിൽ വരുന്നുള്ളൂ. എങ്കിൽ ഈ മാനേജ്മെന്റ് ഓഫ് ഹ്യൂമൻ റിസോഴ്സ് HRM-ൽ വരുന്നത് ടു മാനേജ് ഓൾ ലെവൽസ് ഓഫ് സ്റ്റാഫ്, എല്ലാ ലെവലിലും വരുന്നതാണ്. ഏറ്റവും ടോപ്പ് ലെവൽ മുതൽ ബോട്ടം ലെവൽ വരെ. ഏറ്റവും ബോട്ടം ലെവൽ വർക്കേഴ്സ് ആയിരിക്കും, അതിന്റെ തൊട്ട് മുകളിൽ ക്ലറിക്കൽ കാര്യങ്ങളൊക്കെ ചെയ്യുന്ന ആൾക്കാരുണ്ടായിരിക്കും, അതിന്റെ മുകളിൽ എന്താ പറയാ ഓഫീസ് സംബന്ധമായ കാര്യങ്ങൾ ചെയ്യുന്നുണ്ടാവും, പിന്നെ മാനേജേഴ്സ് ഉണ്ടാവും, അവരെയും മാനേജ് ചെയ്യുന്ന ആൾക്കാരൊക്കെ ഉണ്ടാവും അല്ലെ. അപ്പൊ അങ്ങനെ ഒത്തിരി 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 ഓരോ ലെവലുണ്ട്. അപ്പൊ ഓർഗനൈസേഷന്റെ സൈസ് അനുസരിച്ച് ഈ ലെവല് ഇങ്ങനെ കൂടിയൊക്കെ വരും. അപ്പൊ അത്തരം എല്ലാ ലെവൽസിലുമുള്ള മാനേജ്മെന്റ് ആണ് ഹ്യൂമൻ റിസോഴ്സ് മാനേജ്മെന്റ്. എവിടെയൊക്കെ ഹ്യൂമൻ ഉണ്ടോ ആ ലെവലൊക്കെ മാനേജ് ചെയ്യുക എന്നുള്ളതാണ്. ഇനി പേഴ്സണൽ മാനേജ്മെന്റ് എന്ന് പറയുന്നത് ഇറ്റ്സ് ആൻ ഓൾഡ് കൺസെപ്റ്റ്, അത് പണ്ടേ തുടങ്ങിയുള്ള കൺസെപ്റ്റ് ആണ്. എങ്കിൽ നമ്മുടെ HRM എന്ന് പറയുന്നത് ഇറ്റ് ഈസ് ലേറ്റസ്റ്റ് കൺസെപ്റ്റ് ആണ്. ഇത് ആധുനികമായിട്ട് ഏറ്റവും പുതിയതായിട്ട് വന്നിരിക്കുന്നത്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞു ഇതിനെ സംബന്ധിക്കുന്ന ഒരു കോഴ്സുകൾ തന്നെ ഇന്ന് ഉണ്ട്. ഓരോ ഓർഗനൈസേഷനൊക്കെ നടത്തും, ബിസിനസ് ഒക്കെ നടത്തും ആൾക്കാർ. ഹൗ ടു ബി മാനേജ്ഡ് ഈച്ച് ആൻഡ് എവറി ഹ്യൂമൻ ഹു ആർ വർക്കിംഗ് ഇൻ എ ഓർഗനൈസേഷൻ. ഒരു ഓർഗനൈസേഷനിൽ വർക്ക് ചെയ്യുന്ന ഒത്തിരി ആളുകളുണ്ട്. ഇവരെയൊക്കെ മാനേജ് ചെയ്യാണ്ട് എങ്ങനെയാ നമ്മൾ ഒരു ഓർഗനൈസേഷൻ കൊണ്ടുപോകുക? ഒരു കാലഘട്ടം വരെയൊക്കെ അതൊന്നും ഉണ്ടായിരുന്നില്ല, പക്ഷെ അതിൻ്റെതായ പോരായ്മകളുണ്ട്. ഇപ്പോ ഓരോ ബിസിനസ് ഫീൽഡ് നമ്മൾ എടുത്തു നോക്കിയാലും ഭയങ്കര കോമ്പറ്റീറ്റീവ് വേൾഡ് ആണ്, ഭയങ്കര മത്സരബുദ്ധിയോടെയാണ് ഓരോ ബിസിനസ്സുകാരും പ്രവർത്തിക്കുന്നത്. സെയിം ടൈപ്പ് ഓഫ് ബിസിനസ് നടത്തുന്ന ഒത്തിരി ആളുകളുണ്ട്, ബിസിനസ്സുകാരുണ്ട്. അപ്പൊ അവര് ഓരോരുത്തരും എന്റേത് എന്താ പറയാ വലുതാകണം, വലിയ ബിസിനസ് സംരംഭമാകണം, എനിക്ക് കൂടുതൽ പ്രോഫിറ്റ് കിട്ടണം, ഞാൻ മറ്റുള്ളവരിൽ എല്ലാവരേക്കാളും അറിയപ്പെടുന്ന ആ ഒരു ബിസിനസ്സുകാരനാകണം എന്നൊക്കെ ഒത്തിരി ആളുകൾ ചിന്തിക്കും. എല്ലാവർക്കും അവരവരുടെ ബിസിനസ് ഏറ്റവും വലുത് തന്നെയാണ്. സോ അപ്പൊ അങ്ങനെ കുറെ മത്സരങ്ങളൊക്കെ വന്നതുകൊണ്ടാണ് ഈ HRM എന്ന് പറയുന്ന ഒരു പുതിയ ഒരു കോൺസെപ്റ്റ് ഇപ്പൊ വന്നത്. അത് മാനേജ് ചെയ്യണം, അത് മാനേജ് ചെയ്യേണ്ടത് ഓരോ ഓർഗനൈസേഷന്റെയും ആവശ്യകതയാണെന്നൊക്കെ വന്നത്. സോ ദീസ് ആർ ദ ഡിഫറൻസസ് ബിറ്റ്വീൻ പേഴ്സണൽ മാനേജ്മെന്റ് ആൻഡ് ഹ്യൂമൻ റിസോഴ്സ് മാനേജ്മെന്റ്. കിട്ടിയോ അത്? അപ്പൊ മനസ്സിലായോ? അത് അങ്ങനെ തന്നെ പഠിക്കാം, ഓരോന്നും തമ്മിലുള്ള വ്യത്യാസം. മെഷീൻ ഓപ്പറേറ്റേഴ്സിന്റെ മാനേജ്മെന്റ് ആണ് PM എങ്കിൽ HRM എന്ന് പറയുന്നത് കൺസേൺ വിത്ത് ഡിസിഷൻ മേക്കേഴ്സ് ആണ്. PM-ല് അതായത് പേഴ്സണൽ മാനേജ്മെന്റില് റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ മാനേജ്മെന്റ് ആൻഡ് ട്രേഡ് യൂണിയൻസ് ആണെങ്കിൽ ഇപ്പുറത്ത് എംപ്ലോയേഴ്സും എംപ്ലോയീസും തമ്മിലുള്ള റിലേഷൻഷിപ്പ് ആണ്. മറ്റേതില് മാനേജ്മെന്റ് ഓഫ് ലോവർ സ്റ്റാഫ് ആണെങ്കിൽ HRM-ല് ഓൾ ലെവൽസ് ഓഫ് എന്താ പറയാ സ്റ്റാഫിനെ മാനേജ് ചെയ്യുക എന്നുള്ളതാണ്. മറ്റേത് ഓൾഡ് കൺസെപ്റ്റ് ആണെങ്കിൽ ഇവിടെ ലേറ്റസ്റ്റ് കൺസെപ്റ്റ് ആണ്. ക്ലിയർ ആണോ? Yes, okay. So now let's see what is human resource in the എന്താ പറയാ ഇതിനെ കുറിച്ച് കുറച്ച് ഈ ഹ്യൂമൻ റിസോഴ്സിനെ മാനേജ് ചെയ്യുന്നതിനെ കുറിച്ചിട്ട് കുറച്ച് കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട്. അതായത് ഹ്യൂമൻ റിസോഴ്സ് മാനേജ് ചെയ്യാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തൊഴിലാളികളൊക്കെ മാനേജ് ചെയ്യുക എന്നുള്ളതാണ് അല്ലെ. അതിനകത്ത് തൊഴിലാളികൾ ഉൾപ്പെടെ എല്ലാം ഏത് ലെവലിൽ വർക്ക് ചെയ്യുക, അതാണ് നമ്മൾ നേരത്തെ ഡിഫറൻസിൽ പറഞ്ഞത്. ലോവർ ലെവൽ തുടങ്ങി ബോട്ടം ലെവൽ തുടങ്ങി ടോപ്പ് ലെവൽ വരെ ആരൊക്കെയുണ്ടോ അവരെല്ലാവരെയും മാനേജ് ചെയ്യുക എന്നുള്ളതാണ് ഉദ്ദേശിക്കുന്നത്. അപ്പൊ ഇവരെല്ലാവരെയും മാനേജ് ചെയ്യണം, അതാണ് നമ്മൾ പഠിക്കുന്നത്. അപ്പൊ ഇതിന്റെ കുറച്ച് ഡെഫിനിഷൻസ് ഇവിടെ കൊടുത്തിട്ടുണ്ട്. നോക്കാം നമുക്ക് ഏതൊക്കെയാണ് ഡെഫിനിഷൻ. ഒരു കോമൺ ആയിട്ടുള്ള ഡെഫിനിഷനും പിന്നെ രണ്ട് ആളുകൾ ഫേമസ് മെൻ എഴുതിയിരിക്കുന്ന രണ്ട് ഡെഫിനിഷൻസ് ഉണ്ട്. നമുക്ക് ഓരോന്ന് എന്താന്ന് നോക്കാം. ഓക്കെ, ഫാനൊന്നും വെക്കാൻ വേണ്ടി പറയാൻ വേണ്ടി പോയതാ. ഓക്കെ, അപ്പൊ നമുക്ക് നോക്കാം എന്താണ് അതിന്റെ ഡെഫിനിഷൻസ് എന്ന്.
ഓക്കെ, നോക്കിയേ, പേഴ്സണൽ മാനേജ്മെന്റ് എന്ന് പറയുന്നത് എന്താണ്? ഇറ്റ് ഈസ് ദ സ്റ്റേജ് ദാറ്റ് വിച്ച് ക്യാരീസ് ഔട്ട് ഇഫക്റ്റീവ് കൺട്രോൾ. അതായത് ഈ പേഴ്സണൽ മാനേജ്മെന്റ് എന്നൊരു നല്ലൊരു ഇഫക്റ്റീവ് ആയിട്ടുള്ള ഒരു കൺട്രോളിങ് കൊണ്ടുവരിക എന്നുള്ളതാണ്. എവിടെ? മാൻ പവറിൽ, മനുഷ്യ വിഭവങ്ങൾ, അതായത് മനുഷ്യന്മാരെ നമുക്ക് പ്രോപ്പറായിട്ട് മാനേജ് ചെയ്യേണ്ടി വരും. ഇന്ന കാര്യങ്ങൾ പെർഫെക്റ്റ് ആയിട്ട് ചെയ്യുക, കൃത്യമായി ചെയ്യുക, അവരെല്ലാവരും ഒരേപോലെ അവരവരുടെ എന്താ പറയാ സർവീസ് അവരുടെ ഓർഗനൈസേഷനിൽ കൊടുക്കാൻ വേണ്ടിയിട്ട് അവരെ പ്രാപ്തരാക്കുക. അപ്പൊ അവരെ മൊത്തത്തിൽ മര്യാദയ്ക്ക് അവരെ കൺട്രോൾ ചെയ്യണം. ആൻഡ് ദേ ഹാവ് ടു യൂസ് ദിസ് മാൻ പവർ. ഈ പറയുന്ന ഓരോ ഓർഗനൈസേഷൻസും ആ മാൻ പവറിനെ പരമാവധി ഉപയോഗപ്പെടുത്തണം. എങ്ങനെ? അവരുടെ ആ ഡിസ്റ്റിങ്ക്വിഷ്ഡ് പവറിൽ നിന്ന്. ഓരോരുത്തർക്കും വ്യത്യസ്തമായിട്ടുള്ള കഴിവുകളാണുള്ളത് ഓരോരുത്തർക്കും. ഇപ്പൊ എന്റെ കഴിവായിരിക്കില്ല വേറൊരാൾക്ക്, അതിനേക്കാൾ കഴിവുള്ള ആളുകൾ ഉണ്ടായിരിക്കാം. അപ്പൊ ഈ കഴിവുകൾക്ക് അനുസരിച്ച് അവരുടെ കഴിവുകളെ പരമാവധി ഉപയോഗപ്പെടുത്തുകയും ആൻഡ് ഓൾസോ അറ്റ് ദ സെയിം ടൈം ദേ ഹാവ് ടു ബി കൺട്രോൾഡ് ഫ്രം ടൈം ടു ടൈം. ഇടയ്ക്കിടയ്ക്ക് അവർക്ക് കൺട്രോളിങ്ങും കൊടുക്കേണ്ടത് അത്യാവശ്യമാണ്. അതാണ് പേഴ്സണൽ മാനേജ്മെന്റിന്റെ ഒരു എന്താ പറയാ ഒരു കോമൺ ആയിട്ടുള്ള ഒരു ഡെഫിനിഷൻ അവർ പറഞ്ഞേക്കണം. എന്താണെന്ന് വായിക്കാം നമുക്ക്. പേഴ്സണൽ മാനേജ്മെന്റ് ഈസ് ദാറ്റ് സ്റ്റേജ് ഓഫ് മാനേജ്മെന്റ് വിച്ച് ക്യാരീസ് ഔട്ട് ദ ഇഫക്റ്റീവ് കൺട്രോൾ ആൻഡ് യൂസ് ഓഫ് മാൻ പവർ എന്നാ പറയണേ. ഇഫക്റ്റീവ് കൺട്രോൾ കൊണ്ടുവരുന്ന മാൻ പവറിന് മാത്രമല്ല പരമാവധി അതിനെ ഉപയോഗിക്കുകയും വേണം, ഇഫക്റ്റീവായിട്ട് ഉപയോഗിക്കുകയും വേണം. ഞാൻ എന്ന് പറയുന്ന ഒരു ആള് ഒരു ഓർഗനൈസേഷനിൽ വർക്ക് ചെയ്യുന്നുണ്ടെങ്കിൽ എന്റെ സേവനം പരമാവധി ഉപയോഗപ്പെടുത്തുക എന്നുള്ളതാണ് ആ ഓർഗനൈസേഷന് കിട്ടാവുന്ന ഏറ്റവും വലിയ ഒരു ബെനിഫിറ്റ് എന്ന് പറയുന്നത്. അല്ലാതെ വെറുതെ വന്നു പോകുന്നതിന് ശമ്പളം കൊടുത്തിട്ട് കാര്യമുണ്ടോ? ഇല്ല, അങ്ങനെയില്ല. അവരിൽ നിന്ന് പരമാവധി കിട്ടുന്നത് അവരെ കൺട്രോൾ ചെയ്ത് അവരിൽ നിന്നും നേടിയെടുക്കുക. അത് പല രീതിയിൽ എങ്ങനെയൊക്കെയാണോ കൺട്രോൾ ചെയ്ത് കൊണ്ടുവരാന്നുള്ളത് അവരതിനുള്ള കാര്യങ്ങൾ അന്വേഷിച്ച് കണ്ടുപിടിക്കണം. ഓക്കെ, അതാണ് ഒരു കോമൺ ഡെഫിനിഷൻ കൊടുത്തിരിക്കുന്നത്. ദെൻ അടുത്തത് ഒരു ഡെഫിനിഷൻ കൊടുത്തത് എഡ്വിൻ ഫ്ലിപ്പോയ് ആണ്. സ്പെല്ലിംഗ് ഒന്ന് തെറ്റിയിട്ടുണ്ട്, നിങ്ങളൊന്ന് ജസ്റ്റ് ഒന്ന് നോട്ട് ചെയ്ത് വെക്കാം. സെക്കൻഡ് ഡെഫിനിഷൻ വിച്ച് ഇസ് ഗിവൺ ബൈ എഡ്വിൻ, EDWIN, എഡ്വിൻ ഫ്ലിപ്പോ, FLIPPO എന്നാണ്. ഒന്ന് തിരുത്താമോ? നിങ്ങളുടെ നോട്ടില്, കയ്യിലിരിക്കുന്ന നോട്ടിൽ ഒന്ന് തിരുത്താം. ആളുടെ പേര് എഡ്വിൻ ഫ്ലിപ്പോ. says that അദ്ദേഹത്തിന്റെ അഭിപ്രായത്തിൽ അദ്ദേഹം പറയുന്നത് പേഴ്സണൽ മാനേജ്മെന്റ് എന്ന് പറയുന്നതിന് കുറച്ച് കാര്യങ്ങൾ ഇങ്ങനെ നീട്ടിപ്പിടിച്ചു കൊടുത്തിട്ടുണ്ട്. എന്തൊക്കെയാണ് പറഞ്ഞിരിക്കുന്നത്? പ്ലാനിങ്, ഓർഗനൈസിംഗ്, directing and controlling of the procurement, development, compensation, integration, maintenance and separation of human resources to the end that individual organization and social objectives are fulfilled. അതായത് പേഴ്സണൽ മാനേജ്മെന്റ് എന്ന് പറയുന്നത് ഒരു പ്ലാനിങ് ആണ്. പ്രത്യേക രീതിയിൽ അറേഞ്ച് ചെയ്യണം, ഓർഗനൈസ് ചെയ്യണം, അതിനെ പ്രത്യേക രീതിയിൽ കൺട്രോൾ ചെയ്യണം, ഡയറക്റ്റ് ചെയ്യണം, പിന്നെ അവരെ ഡെവലപ്പ് ചെയ്യണം, കോമ്പൻസേറ്റ് ചെയ്യേണ്ടി വരും, ചില സമയത്ത് ഇന്റഗ്രേറ്റ് ചെയ്യണം, എല്ലാവരും കൂടി ഒത്തൊരുമിപ്പിച്ച് കൊണ്ടുവരണം, മെയിൻറ്റെയിൻ ചെയ്യേണ്ടി വരും, സെപ്പറേറ്റ് ചെയ്യേണ്ടി ഹ്യൂമൻ റിസോഴ്സസിനെ ഓരോ രീതിയിൽ സെപ്പറേറ്റ് ചെയ്യണം. എല്ലാവർക്കും ഒരുപോലത്തെ കഴിവല്ലല്ലോ. അപ്പൊ അവരുടെ കഴിവുകൾക്കനുസരിച്ച് അവർ തരുന്ന സേവനങ്ങൾക്കനുസരിച്ച് അവരെ ഡിഫറൻഷിയേറ്റ് ചെയ്ത് അല്ലെങ്കിൽ വേർതിരിച്ച് ഒക്കെ കൃത്യമായിട്ട് കാര്യങ്ങളൊക്കെ ചെയ്യുക എന്നുള്ളതും അങ്ങനെ ഓർഗനൈസേഷന്റെയും അതുപോലെ തന്നെ സാമൂഹ്യപരമായിട്ടുള്ള ലക്ഷ്യങ്ങൾ ഫുൾഫില്ല് ചെയ്യുക എന്നുള്ളതാണ് എന്ത് പേഴ്സണൽ മാനേജ്മെന്റ് എന്നാണ് എഡ്വിൻ ഫ്ലിപ്പോ പറയുന്നത്. അത്രയും അങ്ങനെ തന്നെ പഠിച്ചു വെക്കണം എന്ന് ഇല്ല. നിങ്ങള് എന്താ പറയാ, നമുക്ക് ഡെഫിനിഷൻ ആര് കൊടുത്തു അങ്ങനെയായിരിക്കുള്ളൂ നിങ്ങൾക്ക്, അല്ലാണ്ട് ഡെഫിനിഷൻ എഴുതാനൊന്നും എന്തായാലും എക്സാമിന് വരില്ല. സോ ഈ ഡെഫിനിഷൻ ഏത്? പേഴ്സണൽ മാനേജ്മെന്റ് ഈസ് ദ പ്ലാനിങ്, ഓർഗനൈസിംഗ്, ഡയറക്ടിംഗ് ആൻഡ് കൺട്രോളിംഗ് ഓഫ് പ്രൊക്യൂർമെന്റ്, പിന്നെ കോമ്പൻസേഷൻ, ഡെവലപ്മെന്റ്, ഇന്റഗ്രേഷൻ, മെയിന്റനൻസ് ആൻഡ് സെപ്പറേഷൻ ഓഫ് ഹ്യൂമൻ റിസോഴ്സസ് ടു ദ എൻഡ് ദാറ്റ് ഇൻഡിവിജ്വൽ, ഓർഗനൈസേഷണൽ ആൻഡ് സോഷ്യൽ ഒബ്ജക്റ്റീവ്സ് ആർ ഫുൾഫിൽഡ് ഈസ് ദ ഡെഫിനിഷൻ ഗിവൺ ബൈ ഡാഷ് എന്ന് പറഞ്ഞിട്ടൊക്കെ ചോദിക്കാം. ആരുടെ ഡെഫിനിഷൻ ആണ്? അപ്പൊ ഡിഫറൻസ് രണ്ട് ഡെഫിനിഷൻസേ കൊടുത്തിട്ടുള്ളൂ കേട്ടോ. ഒന്ന് എഡ്വിൻ ഫ്ലിപ്പോ ആണ്, മറ്റൊന്ന് കൊടുത്തിരിക്കുന്നത് സ്റ്റീഫൻ ഡൺ ആണ് കേട്ടോ. സ്റ്റീഫൻ ഡൺ, ഇൻ ദ ഒപ്പീനിയൻ ഓഫ് ഡൺ ആൻഡ് സ്റ്റീഫൻസ് എന്നാണ് അവിടെ കൊടുത്തേക്കണേ. നമുക്ക് പേര് കൃത്യമായിട്ട് എഴുതുക. ആ രണ്ട് പേരിലും ചെറിയ തെറ്റുണ്ട്. ആദ്യത്തെ ഞാൻ പറഞ്ഞു തിരുത്തി തന്നു, എഡ്വിൻ ഫ്ലിപ്പോ, EDWIN FLIPPO, രണ്ട് ഇതായിട്ടാണ് കിടക്കണേ. എഡ്വിൻ ഒരു വേർഡാണ്, പേരിന്റെ ഒരു ഭാഗമാണ്. ഫ്ലിപ്പോ FLIPPO അടുത്ത ഭാഗമാണ്. ഓക്കെ, രണ്ടാമത്തെ സെക്കൻഡ് ഡെഫിനിഷൻ വിച്ച് ഇസ് ഗിവൺ ബൈ സ്റ്റീഫൻ ഡൺ, STEPHEN, സ്റ്റീഫൻ ഡൺ, DUN, സ്റ്റീഫൻ ഡൺ എന്ന് എഴുതാട്ടാ, തെറ്റിക്കാതെ എഴുതാ, DENN, ഡൺ ആൻഡ് സ്റ്റീഫൻസ് എന്നാണ് കൂടെ എഴുതി വെച്ചേക്കണേ. അങ്ങനെയുള്ള ആളുടെ പേര് ഇതാണ്, സ്റ്റീഫൻ ഡൺ. Okay,
So let's see what is the definition which is given by Stephen Dunn. Stephen Dunn കൊടുത്തിരിക്കുന്ന definition എന്താണെന്ന് നോക്കിയേ. Personal management എന്ന് പറയുന്നത് it's the attracting, holding and motivating people that involves all manager line staff. അതായത് എല്ലാ തരത്തിലുള്ള മാനേജേഴ്സും എല്ലാ തരത്തിലുള്ള ലൈൻ ആൻഡ് സ്റ്റാഫും എല്ലാവരെയും എന്ത് ചെയ്യുക, അട്രാക്ട് ചെയ്യുക, ഹോൾഡ് ചെയ്യുക, മോട്ടിവേറ്റ് ചെയ്യുക. ഈ 3 കാര്യങ്ങളാണ് പറഞ്ഞത്. ഹോൾഡ് ചെയ്യുക, അട്രാക്ട് ചെയ്യുക, എന്താ പറയാ, അട്രാക്ട് ചെയ്യുക, ഹോൾഡ് ചെയ്യുക, പിന്നെ അവരെ മോട്ടിവേറ്റ് ചെയ്യുക. ഈ 3 കാര്യങ്ങൾ എല്ലാ ലൈൻ ഓഫ് മാനേജേഴ്സ് ആയിക്കോട്ടെ, എല്ലാ ലൈൻ ഓഫ് സ്റ്റാഫ്സ് ആയിക്കോട്ടെ, എല്ലാത്തിന്റെയും കൂടിയും അതിനെ കൺട്രോൾ ചെയ്യുക, മാനേജ് ചെയ്യുക എന്നുള്ളതാണ് പേഴ്സണൽ മാനേജ്മെന്റ് എന്നാണ് സ്റ്റീഫൻ ഡൻ പറയുന്നത്. അപ്പൊ അതിനകത്ത് അദ്ദേഹം ഉപയോഗിച്ചിരിക്കുന്ന 3 വേർഡുകൾ, ആ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ എന്തായിരുന്നു? അട്രാക്ടിങ്, ഹോൾഡിങ് ആൻഡ് മോട്ടിവേറ്റിംഗ്. ഈ 3 എന്താ പറയാ കാര്യങ്ങളാണ് അതിനകത്ത് പറഞ്ഞത്. ആ പേഴ്സണൽ മാനേജ്മെന്റിൽ ഹോൾഡ് ചെയ്യുക, അട്രാക്ട് ചെയ്യുക, അല്ലെങ്കിൽ എന്താ പറയാ മോട്ടിവേറ്റ് ചെയ്യുക എന്നുള്ളത് കൊണ്ട് എന്താണ് സ്റ്റീഫൻ ഡൻ ഉദ്ദേശിക്കുന്നത് നമുക്ക് നോക്കാം. അട്രാക്ട് ചെയ്യാന്ന് പറഞ്ഞാൽ ബൈ ഓഫറിങ്. അതായത് നമുക്ക് എങ്ങനെയാണ് ഒരു ഓർഗനൈസേഷനിലേക്ക് ജോലിക്കാരെ അട്രാക്ട് ചെയ്യാൻ പറ്റുക? എന്താണ്, ഓടിച്ചിട്ട് പിടിച്ചിട്ടാണോ? അല്ല, ബൈ ഓഫറിങ് ഹൈ സാലറി, അല്ലെങ്കിൽ ബൈ ഓഫറിങ് മോണിറ്ററി, നോൺ മോണിറ്ററി റിവാർഡുകളൊക്കെ കൊടുത്തിട്ട് നല്ല സാലറി ഓഫർ ചെയ്യാം. പണ സംബന്ധമായിട്ടുള്ളതോ പണം അല്ലാത്തത്, എന്താ പറയാ പണേതര എന്താ പറയാ റിവാർഡുകൾ, അവാർഡുകളൊക്കെ കൊടുത്തും ആൾക്കാരെ അട്രാക്ട് ചെയ്യാം. ഞങ്ങളുടെ സ്ഥാപനത്തിൽ വർക്ക് ചെയ്താൽ ഇങ്ങനെയുള്ള ബെനിഫിറ്റുകൾ, നേട്ടങ്ങളൊക്കെ നിങ്ങൾക്ക് ഉണ്ട് എന്നുള്ളത്. ചില ആളുകൾക്ക് എന്താ പറയാ നോൺ മോണിറ്ററി ബെനിഫിറ്റുകളൊക്കെ കൊടുക്കാന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ, ഇപ്പൊ എന്താ പറയാ കുട്ടികൾക്ക് ജോലി ചെയ്യുന്ന ആളുകളുടെ മക്കളോ ആരെങ്കിലൊക്കെ ഉണ്ടെങ്കിൽ അവർക്ക് സ്കൂളിലൊക്കെ പഠിക്കുമ്പോൾ അവർക്ക് വേണ്ട ചില സഹായങ്ങൾ ചെയ്തു കൊടുക്കാം, അല്ലെ? ചില ഇടയ്ക്കിടയ്ക്ക് ചില എക്സ്കർഷൻസ്, പിക്നിക് ഒക്കെ പോകുമ്പോൾ ഫാമിലിയെ കൂടി ഉൾപ്പെടുത്താം. അതൊക്കെ നോൺ മോണിറ്ററി റിവാർഡുകളാണ്, പണമായിട്ട് കൊടുക്കുന്നതല്ല, അവ കൊണ്ടുപോകുന്നതാണ്. അപ്പൊ കുട്ടികളെ കൂടി ഉൾപ്പെടുത്താം, അല്ലെങ്കിൽ ഫാമിലിയെ ഉൾപ്പെടുത്താം. അങ്ങനെയുള്ള എക്സ്ട്രാ ഓഫേഴ്സ് ഒക്കെ കൊടുത്തിട്ട്, ഓഫറിംഗ് ആണത്. ആ ഓഫറുകൾ കൊടുത്തിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുക, ഒരു ഓർഗനൈസേഷനിലേക്ക് നമ്മൾ ഹ്യൂമൻ പവറിനെ, മാൻ പവറിനെ അട്രാക്ട് ചെയ്യുന്നത്. അതാണ് പുള്ളി അതിനൊരു വിശദീകരണം കൊടുക്കണം, എങ്ങനെയാണ് അട്രാക്ട് ചെയ്യണേന്ന്. എന്തെങ്കിലും കാണിച്ചിട്ട് അല്ല കാമ്പൊക്കെ ഉപയോഗിച്ചിട്ട് അട്രാക്ട് ചെയ്യുന്ന കാര്യമല്ല ഉദ്ദേശിക്കുന്നത്. ബൈ പ്രൊവൈഡിങ് മോണിറ്ററി ആൻഡ് നോൺ മോണിറ്ററി റിവാർഡുകളാണ് ഓർഗനൈസേഷൻസ് ക്യാൻ അട്രാക്ട് ദ മാൻ പവർ ടു ദ ഓർഗനൈസേഷൻ. അവരുടെ ജോലി സ്ഥലത്തേക്ക് ആളുകളെ അട്രാക്ട് ചെയ്യാനുള്ള ഒരു വഴി അതാണ്. പിന്നെ ഈ വന്നവരെയോ ദേ ഹാവ് ടു ഹോൾഡ്. അവരെന്ത് ചെയ്യണം? അട്രാക്ട് ചെയ്ത് ഓർഗനൈസേഷനിലേക്ക് പിടിച്ചു വലിച്ച് നമ്മൾ ഇട്ടു. അവരെ ജോലിക്ക് വേണ്ടിയിട്ട് നമ്മൾക്ക് ആവശ്യമാണ് അവരുടെ സേവനം. അവര് നല്ല രീതിയിൽ പ്രവർത്തിക്കുന്നവരാണ്. അവരെ നമുക്ക് ഇനി എന്ത് ചെയ്യണം? ഇവിടെ ഹോൾഡ് ചെയ്ത് നിർത്തണം, പോകാതെ, ഇനി ഇവിടുന്ന് വിട്ടുപോകാതെ നമ്മൾ ഇവിടെ ഹോൾഡ് ചെയ്യണം. സോ ഹൗ, എങ്ങനെ അവരെ നമുക്ക് ഹോൾഡ് ചെയ്യാൻ സാധിക്കും എന്നുള്ളതാണ് ഹോൾഡിംഗ് എന്ന് പറയുന്നതിലൂടെ അദ്ദേഹം എന്താ പറയാ എക്സ്പ്ലെയിൻ ചെയ്തത്. എന്താണ് ഹോൾഡ് ചെയ്യാന്ന് പറഞ്ഞാൽ? ബൈ ഇംപ്രൂവിങ് ദ വർക്ക് എൻവയോൺമെന്റ്. എങ്ങനെ അവിടെ പിടിച്ചിരുത്താൻ പറ്റാം? അത് തന്നെ, അവരുടെ ആ വർക്കിംഗ് ചുറ്റുപാട്, എൻവയോൺമെന്റ് നല്ല രീതിയിലുള്ളതാക്കണം. നല്ല വർക്കിംഗ് എന്താ പറയാ എൻവയോൺമെന്റ് പ്രൊവൈഡ് ചെയ്യുക. നമ്മളെ വർക്ക് ചെയ്യാനെ കൊണ്ടൊന്നും, നല്ല ജോലിയൊക്കെയാണ്, നല്ല സാലറി ഒക്കെ ഉണ്ട്, പക്ഷേ ഇഫ് യു ആർ നോട്ട് അഡ്ജസ്റ്റബിൾ ടു ദാറ്റ് പർട്ടിക്കുലർ എൻവയോൺമെന്റ്, നിങ്ങൾക്ക് ആ ഒരു വർക്ക് എൻവയോൺമെന്റിൽ ഇരുന്ന് വർക്ക് ചെയ്യാനായിട്ട് നിങ്ങൾക്ക് അഡ്ജസ്റ്റ് ചെയ്യാനായിട്ട് പറ്റുന്നില്ല എങ്കിൽ ഹൗ ക്യാൻ വി സ്റ്റേ ദേർ? അല്ലെ, നമുക്ക് അവിടെ നിൽക്കാൻ പറ്റുമോ? ഇല്ല. അപ്പൊ ഒരു വർക്കിംഗ് എൻവയോൺമെന്റും നല്ല രീതിയിലുള്ളതായിരിക്കണം, ഹെൽത്തി ആയിരിക്കണം, നമുക്ക് സൗകര്യപ്രദമായ രീതിയിൽ ഉള്ള ചുറ്റുപാടുകളൊക്കെയാണ് വേണ്ടത്. നല്ല AC ഫാനൊക്കെ വേണമെന്നല്ല ഉദ്ദേശിച്ചത്. നമ്മുടെ കൂടെ വർക്ക് ചെയ്യുന്നവരോട് നമ്മൾ ആരൊക്കെയുമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യേണ്ടി വരുന്നു, അവരൊക്കെ നമ്മളോട് എങ്ങനെ ബിഹേവ് ചെയ്യുന്നു എന്നത്, ഇതൊക്കെ ഒരു എൻവയോൺമെന്റിന്റെ ഭാഗമാണ്. മനസ്സിലായോ? അപ്പൊ ഇതൊക്കെ എങ്ങനെയാണ്? അപ്പൊ വന്നവരെ പിടിച്ചു നിർത്തണമെങ്കിൽ ഒരു നല്ല ഹെൽത്തി ആയിട്ടുള്ള, ഇംപ്രൂവ്ഡ് ആയിട്ടുള്ള ഒരു വർക്കിംഗ് എൻവയോൺമെന്റ് പ്രൊവൈഡ് ചെയ്യാം. ദെൻ ഇതും കൊടുത്തു, ഇവരെ അട്രാക്ട് ചെയ്തു, ഇവരെ ഹോൾഡ് ചെയ്ത് നിർത്തുന്നു. സംടൈംസ് ദീസ് എംപ്ലോയീസ് ഓർ ദ പേഴ്സണൽ ഷുഡ് ബി മോട്ടിവേറ്റഡ്. എന്നാൽ എന്ത് ചെയ്യണം? ചില സമയത്ത് ഇവർക്ക് ഈ പറയുന്ന എൻവയോൺമെന്റ് ഒക്കെ പ്രൊവൈഡ് ചെയ്ത് ഓക്കെ ആണ്, എല്ലാവരും കറക്റ്റ് ആയിട്ട് എന്താ പറയാ അതിനോട് അഡ്ജസ്റ്റ് ചെയ്തൊക്കെ ഓക്കെ ആയിട്ട് ഇരുന്നു. പക്ഷെ ഇടയ്ക്കിടയ്ക്ക് കുറച്ചു നേരം കഴിയുമ്പോൾ, അല്ലെങ്കിൽ കുറച്ച് നാളുകൾ കഴിയുമ്പോൾ നമ്മളുടെ ആ ഒരു എനർജി, വന്ന പോലത്തെ എനർജിയോ മറ്റു കാര്യങ്ങളൊക്കെ ചിലപ്പോൾ ഡൗൺ ആയി പോകും, അല്ലെ? അപ്പൊ എന്ത് ചെയ്യണം? നമ്മളൊരു ബൂസ്റ്റിംഗ് കൊടുക്കണം, അല്ലെ? അവർക്ക് അതിന് വേണ്ടിയിട്ട് ദേ ഷുഡ് ബി ഗിവൺ. അവർക്ക് എന്ത് കൊടുക്കണം? ചില ട്രെയിനിങ്സ്, പ്രാക്ടീസസ് ഒക്കെ കൊടുക്കണം. അതായത് പേഴ്സണൽ സാറ്റിസ്ഫാക്ഷൻസ് കിട്ടുന്ന രീതിയിൽ, അതായത് വ്യക്തിപരമായിട്ടുള്ള ഒരു സംതൃപ്തി എംപ്ലോയീസിന് കിട്ടുന്ന രീതിയിൽ ചില കാര്യങ്ങൾ കൊടുക്കാം, മോട്ടിവേഷൻ കൊടുക്കാം. അത് ചില എന്താ പറയാ കാശായിട്ട് കൊടുക്കാം, അല്ലെ? എക്സ്ട്രാ വർക്ക് ഒക്കെ ചെയ്യുന്നതിന്, അല്ലെ? കൂടുതൽ നന്നായിട്ട് മറ്റുള്ളവരെക്കാൾ കൂടുതൽ ചെയ്യുന്നതിന് അവർക്ക് ഒരു ചിലപ്പോ ചില കാര്യങ്ങൾ ബോണസ് പോലെയൊക്കെ കൊടുക്കാം. അല്ലെങ്കിൽ മറ്റേതെങ്കിലും തരത്തിലുള്ള ബോണസ് തന്നെ എന്താ പറയാ ചില ഫെസ്റ്റിവൽസ് ഒക്കെ വരുമ്പോ എംപ്ലോയീസിന് കൊടുത്തു കഴിയുമ്പോൾ അതൊക്കെ അവർക്ക് ഒരു മോട്ടിവേഷൻ ആവും. നമുക്ക് ഓണം വരും, അല്ലെങ്കിൽ വിഷു എടുക്കാറുണ്ട്, ക്രിസ്മസ് വരുന്നുണ്ട്, സോ നമുക്ക് ഒരു എക്സ്ട്രാ പേയ്മെന്റ് അവിടെ നിന്ന് കിട്ടും. കാരണം
അങ്ങനെയൊക്കെ അതൊക്കെ ഒരു മോട്ടിവേഷൻ ആണ്. ഇടയ്ക്ക് ചില ട്രെയിനിങ്സും അല്ലെ, നമുക്ക് ആ എൻവയോൺമെന്റിൽ നിന്നുകൊണ്ട് എങ്ങനെ നമുക്ക് ഓരോ കാര്യങ്ങൾ ചെയ്യാം, ഇടയ്ക്ക് ഒരു ട്രെയിനിങ് ഒക്കെ കൊടുക്കുന്നതൊക്കെ മോട്ടിവേഷന്റെ ഭാഗമാണ്. അപ്പൊ അതാണ് സ്റ്റീഫൻ ഡെൻ തന്റെ എന്താ പറയാ ആ ഒരു ഡെഫിനേഷനിലൂടെ പറയുന്നത്. പേഴ്സണൽ മാനേജ്മെന്റ് എന്ന് പറയുന്നത് ഇറ്റ്സ് ദ പ്രോസസ് ഓഫ് അട്രാക്ടിങ്, holding and motivating people that involves all lines of managers and staff. അതാണ് ഉദ്ദേശിക്കുന്നത്. അതിനകത്ത് എന്താണ് ഹോൾഡിംഗ്, അട്രാക്ടിങ് എന്താണ്, ഹോൾഡിംഗ് എന്താണ്, മോട്ടിവേറ്റിംഗ് എന്താണെന്ന് അദ്ദേഹം എടുത്ത് വീണ്ടും ഡിഫൈൻ ചെയ്ത് പറഞ്ഞിട്ടുണ്ട്, നമുക്ക് മനസ്സിലാകാൻ വേണ്ടിയിട്ടാണ്. ക്ലിയർ ആണോ? രണ്ട് ഡെഫിനിഷൻസും ആ ഡെഫിനിഷനിൽ നിന്ന് എടുത്ത വേർഡുകളുടെ എക്സ്പ്ലനേഷൻ ക്ലിയർ ആയോ? ഓക്കെ ആണല്ലോ ഷാരോൺ? ലേറ്റ് ആയി പോയി ക്ലാസ്സിൽ കയറിയപ്പോ? അതെ മിസ്സേ, കുറച്ച് തിരക്കായി പോയായിരുന്നേ. ഓക്കെ ശരി. അപ്പൊ നൗ ലെറ്റ്സ് സീ. അപ്പൊ അടുത്തൊരു ഭാഗം കൂടി എടുത്ത് തീർക്കാൻ പറ്റുമെങ്കിൽ നമുക്ക് അത് തീർക്കാം. നോക്കിയ ക്യാരക്ടറിസ്റ്റിക്സ് ആൻഡ് ക്വാളിറ്റീസ് ഓഫ് എ പേഴ്സണൽ മാനേജർ ആണ് ഇനി നമ്മൾ പഠിക്കാൻ പോകുന്നത്. ഒരു പേഴ്സണൽ മാനേജറുടെ, തൊഴിലാളികളൊക്കെ മാനേജ് ചെയ്യുന്ന ആളുകളില്ലേ, അവർക്ക് വേണ്ട ചില പ്രധാനപ്പെട്ട സവിശേഷതകൾ, ഗുണങ്ങൾ എന്തൊക്കെയാണെന്ന്. അതായത് നമ്മൾ ഒരാൾക്കാരെ മാനേജ് ചെയ്യാൻ പോകുമ്പോൾ വി ഷുഡ് ഹാവ് ഗുഡ് ക്വാളിറ്റി അല്ലെ. നമുക്ക് മറ്റുള്ളവരെ മാനേജ് ചെയ്യണം, കൺട്രോൾ ചെയ്യണമെങ്കിൽ നമുക്ക് നല്ല ക്വാളിറ്റീസ് ഉണ്ടാവണം. നമ്മൾക്ക് ഇല്ലാത്ത ഗുണം മറ്റുള്ളവരിൽ നമുക്ക് അടിച്ചേൽപ്പിക്കാൻ പറ്റില്ലല്ലോ. നമ്മൾക്ക് എന്തൊക്കെ കാര്യങ്ങളാണ് വേണ്ടത്, അല്ലെങ്കിൽ ഒരു ക്വാളിഫൈഡ് ആയിട്ടുള്ള പേഴ്സണൽ മാനേജറിന് വേണ്ട ക്യാരക്ടറിസ്റ്റിക്സ്, സ്വഭാവ സവിശേഷതകൾ എന്തൊക്കെയാണ് എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഓരോ പോയിന്റുകൾ കൊടുത്തിട്ടുണ്ട്. ഒന്നാമത്തേത്, പേഴ്സണൽ മാനേജർ എന്ന് പറയുന്നത് ഷുഡ് ബി എ സ്പെഷ്യലിസ്റ്റ് ഇൻ ഓർഗനൈസേഷൻ തിയറി വിച്ച് ഇസ് റിലേറ്റഡ് ടു ഓർഗനൈസേഷൻ. ഓർഗനൈസേഷൻ തിയറിയിൽ ഭയങ്കര സ്പെഷ്യലിസ്റ്റ് ആയിരിക്കണമെന്ന്. എന്ന് വെച്ചാൽ ഓരോ ബിസിനസ് സംരംഭത്തിന്റെയും, ഇവിടെ നമ്മൾ ഹോസ്പിറ്റൽ എന്ന് പറയുന്ന ഓർഗനൈസേഷനെ കുറിച്ചാണ് പഠിക്കുന്നതെങ്കിലും ഞാൻ ഇന്നലെയും പറഞ്ഞു, ഹ്യൂമൻ റിസോഴ്സ് മാനേജ്മെന്റ് എന്ന് പറയുന്നത് ഒരു ഓർഗനൈസേഷനിൽ ഒതുങ്ങി നിൽക്കുന്നതല്ല. എല്ലാ ഓർഗനൈസേഷനിലും ഇഷ്ടം പോലെ ജോലിക്കാർ ജോലി ചെയ്യുന്നുണ്ടെങ്കിൽ അവിടുത്തെ എല്ലായിടത്തെയും കൂടി കോമൺ ആയിട്ടുള്ള ഒരു ടോപ്പിക്കാണ് നമ്മൾ പഠിക്കുന്നത്. നമ്മുടെ ഇപ്പൊ ഈ 36th ചാപ്റ്റർ അല്ലെങ്കിൽ 3 and 4th മൊഡ്യൂളിൽ വന്നിരിക്കുന്ന ഒരു ചാപ്റ്ററിൽ വന്നിരിക്കുന്ന ഈ ഞാൻ എടുക്കാൻ പോകുന്ന രണ്ട് ടോപ്പിക്കും ഏകദേശം കോമൺ ആയിട്ടുള്ളതാണ്. രണ്ടിനും ഹോസ്പിറ്റലിന് മാത്രം ഉദ്ദേശിച്ചുള്ളതല്ല എന്നാണ് ഈ പറഞ്ഞത്. ഓക്കെ, അടുത്തത് ഇനി എടുക്കാൻ പോകുന്ന ഒരു ചാപ്റ്റർ അങ്ങനത്തെ തന്നെയാണ്, പബ്ലിക് റിലേഷൻസ് എന്ന് പറയുന്നത്. PRO, HRM-ഉം PRO-യും. PRO കേട്ടിട്ടുണ്ടോ നിങ്ങള്? പബ്ലിക് റിലേഷൻസ് ഓഫീസർ അതെ, ഹോസ്പിറ്റൽസിലൊക്കെ ഉണ്ടാവും. അതുപോലെ തന്നെ മിക്ക ഓർഗനൈസേഷൻസിലും ഞങ്ങളുടെ PRO-നെ മീറ്റ് ചെയ്യൂ, HRM-നെ മീറ്റ് ചെയ്യൂ, HR-നെ പോയി കാണൂ എന്നൊക്കെ പറഞ്ഞിട്ടൊക്കെ ഇങ്ങനെയൊക്കെ ചിലപ്പോഴൊക്കെ നമ്മളെ സജസ്റ്റ് ചെയ്യാറുണ്ട്. അപ്പൊ പേഴ്സണൽ മാനേജർ എന്ന് പറയുന്നത് ഷുഡ് ബി എ സ്പെഷ്യലിസ്റ്റ് ഇൻ ഓർഗനൈസേഷൻ തിയറി. എന്ന് വെച്ചാൽ ഇഫക്റ്റീവ് ആയിട്ടുള്ള അഡ്വൈസർ കൂടിയായിരിക്കണം ടു ദ ടോപ്പ് ലെവൽ മാനേജ്മെന്റ്. ഏതെങ്കിലും രീതിയിൽ ചില ഇൻഫർമേഷൻസ് ടോപ്പ് ലെവൽ മാനേജ്മെന്റിന് അഡ്വൈസ് ചെയ്ത് കൊടുക്കണം, ചില നിർദ്ദേശങ്ങൾ കൊടുക്കണം. ചിലപ്പോൾ ടോപ്പ് ലെവൽ മാനേജർക്ക് അത്ര ചിന്തിക്കാനുള്ള കഴിവോ അല്ലെങ്കിൽ ആളുടെ ശ്രദ്ധയിലോ ചിലപ്പോൾ അദ്ദേഹം ചിന്തിക്കാത്തത് പോലെയൊക്കെ ആയിരിക്കാം. എന്നാൽ ഈ പറയുന്ന പേഴ്സണൽ മാനേജർ കുറച്ച് അഡ്വൈസ് കൊടുക്കാൻ കൂടി കഴിവുള്ള ആളായിരിക്കണം. റിഗാർഡിംഗ് ദ ഓർഗനൈസേഷണൽ മാറ്റേഴ്സ്, എന്തുമായിട്ട് ബന്ധപ്പെട്ടതാ? അയാളുടെ വീട്ടുകാരും അല്ലെങ്കിൽ നാട്ടുകാരും ഒന്നും അല്ല അവിടെ അഡ്വൈസ് ചെയ്ത് കൊടുക്കേണ്ടത്, ഓർഗനൈസേഷനെ സംബന്ധിക്കുന്ന കാര്യങ്ങളാണ്. ഓർഗനൈസേഷണൽ മാറ്റേഴ്സുമായിട്ട് ബന്ധപ്പെട്ട ചില അഡ്വൈസ് ഒക്കെ ചിലപ്പോൾ ടോപ്പ് ലെവൽ മാനേജ്മെന്റിലേക്ക് എത്തിക്കണമായിരിക്കും. സോ അതിന് ക്വാളിഫൈഡ് ആയിട്ടുള്ള ആളായിരിക്കണം. അതിന് ക്വാളിഫൈഡ് ആയിട്ടുള്ള ആളായിരിക്കണമെങ്കിൽ ഹി ഓർ ഷീ ഷുഡ് ബി എ സ്പെഷ്യലിസ്റ്റ് ഇൻ ഓർഗനൈസേഷൻ തിയറി. ഓർഗനൈസേഷൻ തിയറിയുമായിട്ട് ബന്ധപ്പെട്ട എല്ലാ കാര്യങ്ങളും അറിഞ്ഞിരിക്കുന്ന ആളായിരിക്കണം. ഓർഗനൈസേഷൻ തിയറി എന്ന് പറയുമ്പോൾ എന്താണ് പറയാ, ഓർഗനൈസേഷൻ തിയറിയിൽ വരുന്നത് ഓർഗനൈസേഷന്റെ എന്താ പറയാ കൾച്ചർ, പിന്നെ അവരുടെ ഗ്രൂപ്പ് ബിഹേവിയർ, ഒരു ബിസിനസ്സിൽ വർക്ക് ചെയ്യുന്ന എല്ലാവരുടെയും കൂടി ഒരുമിച്ചുള്ള ബിഹേവിയർ, അവരുടെ മോട്ടിവേഷൻ, പിന്നെ ഓർഗനൈസേഷൻ ഡിസൈനിങ്, ഒരു ഓർഗനൈസേഷൻ നമുക്ക് എങ്ങനെ ഡിസൈൻ ചെയ്യാം, പിന്നെ അവിടെ അതിന്റെ ലീഡർഷിപ്പ് ക്വാളിറ്റീസ്, ഇതെല്ലാം എല്ലാത്തിലും ഒരു സ്പെഷ്യലിസ്റ്റ് ആയിരിക്കണം ഈ പറയുന്ന പേഴ്സണൽ മാനേജർ. എന്നാൽ മാത്രമേ അദ്ദേഹത്തിന്റെ എന്താ പറയാ ഡിപ്പാർട്ട്മെന്റ് അല്ലെങ്കിൽ ഓർഗനൈസേഷനായിട്ട് നല്ല രീതിയിൽ മാനേജ് ചെയ്ത് കൊണ്ടുപോകാൻ പറ്റുള്ളൂ എന്നാണ് പറയാ. ഓർഗനൈസേഷണൽ മാറ്റേഴ്സിലൊക്കെ കൃത്യമായ അഡ്വൈസ് ടോപ്പ് ലെവൽ മാനേജ്മെന്റിന് കൊടുക്കാനുണ്ടല്ലോ, അത് കൃത്യമായിട്ട് കൊടുക്കാം. എന്നിട്ട് ഓർഗനൈസേഷനെ തന്റെ ഡിപ്പാർട്ട്മെന്റെ കൃത്യമായിട്ട് അദ്ദേഹത്തിന് മാനേജ് ചെയ്യുക എന്നുള്ളതാണ് ഫസ്റ്റ് ആയിട്ടുള്ള ഒരു ക്യാരക്ടറിസ്റ്റിക്. മനസ്സിലായോ? രണ്ടാമത്തേത്, ഹി ഓർ ഷീ ആരെങ്കിലും ആയിക്കോട്ടെ, ബി എ റിയൽ എക്സ്പെർട്ടൈസ് ഇൻ പേഴ്സണൽ അഡ്മിനിസ്ട്രേഷൻ. തൊഴിലാളികളൊക്കെ നല്ല രീതിയിൽ അഡ്മിനിസ്റ്റർ ചെയ്യാൻ, എന്ന് വെച്ചാൽ അവരുടെ ഈ തൊഴിലാളികൾക്ക് ചില ഫോളോ ചെയ്യേണ്ട, ഒരു ഓർഗനൈസേഷനിൽ ഫോളോ ചെയ്യേണ്ട നിയമങ്ങളും പ്രൊസീജിയേഴ്സും ഒക്കെ ഉണ്ടായിരിക്കും, ടെക്നിക്സ് ഒക്കെ ഉണ്ടായിരിക്കും. അതൊക്കെ കൃത്യമായിട്ട് അവർക്ക് മനസ്സിലാക്കി കൊടുക്കുക. അവർക്ക് അതൊക്കെ അറിവുണ്ടോ, അതിനൊക്കെ അറിവുള്ളവരാക്കുക. പേഴ്സണൽസിനെ, തൊഴിലാളികൾക്ക് അതിനൊക്കെ എക്സ്പേർട്ട് ആക്കുക.
എക്സ്പെർട്ടൈസ് ആക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർക്ക് അതിലൊക്കെ നല്ല എന്താ പറയാ നമ്മള് അതിലൊക്കെ അവരെ നമ്മൾ പറയൂല എക്സ്പെർട്ടൈസ് എന്നതിന്റെ വാക്കിന്റെ മലയാള അർത്ഥം ഉണ്ടാ? എക്സ്പെർട്ട് ആക്കുക എന്ന് പറഞ്ഞാൽ എന്താ? വിദഗ്ധരാക്കുക അല്ലെ? അതെ വൈദഗ്ധ്യമുള്ളവരാക്കുക. കറക്റ്റ് ആയിട്ടുള്ള എക്സ്പെർട്ടൈസ് എന്ന് പറയുന്നത്, എക്സ്പേർട്ട് എന്ന് പറയുന്നത് ഒരു നൗൺ ഫോം ആണ്. അതായത് നമുക്ക് എക്സ്പേർട്ട്, ഈസ് ആൻ എക്സ്പേർട്ട് ഇൻ സയൻസ് അല്ലെങ്കിൽ മാത്സ് എന്നൊക്കെ പറയുമ്പോൾ അതിൽ എക്സ്പേർട്ട് ആണ്, അതൊരു നൗൺ ഫോം പോലെ നമുക്ക് ഉപയോഗിക്കാം. എന്നാൽ എക്സ്പെർട്ടൈസ് ആകുക എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതില് വൈദഗ്ധ്യമുള്ളവരാക്കുക. അപ്പൊ അവരെ വൈദഗ്ധ്യമുള്ളവരാക്കണം. ഏതില്? അവരുടെ ഓർഗനൈസേഷന്റെ നിയമങ്ങള്, പ്രൊസീജിയേഴ്സ്, ടെക്നിക്സ് ഒക്കെ അറിയാനുള്ളവരായിരിക്കണം. അതിലൊക്കെ പ്രാപ്തരാക്കണം. അത് പേഴ്സണൽ മാനേജറിന്റെ ഒരു റെസ്പോൺസിബിലിറ്റി ആണ്, അല്ലെങ്കിൽ അവരുടെ ഒരു സവിശേഷതയാണ്. പിന്നെന്താണ്? ഹി ഷുഡ് ഹാവ് ആൻ ആംപിൾ നോളജ് ഓഫ് ബിഹേവിയറൽ സയൻസസ്. ബിഹേവിയറൽ സയൻസസുമായിട്ട് ബന്ധപ്പെട്ട അതിനെക്കുറിച്ച് അറിവുള്ളവനായിരിക്കണം. അതാണ് പറയുക. ഹി ഷുഡ് ഹാവ് ആംപിൾ നോളജ്, അറിവ്. എന്തിനെ കുറിച്ചാണ്? ബിഹേവിയറൽ സയൻസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താ പറയാ, ഇപ്പോ ഏതെങ്കിലുമൊക്കെ ജോലിയൊക്കെ ചെയ്യുമ്പോൾ സ്റ്റഡി ഓഫ് ഹ്യൂമൻ ബിഹേവിയർ, അതായത് ഒരു സിസ്റ്റമാറ്റിക് ആയിട്ടുള്ള ഒരു പ്രൊസീജിയറിലൂടെ അല്ലെങ്കിൽ എക്സ്പെരിമെന്റുകളിലൂടെ ഓരോ എന്താ പറയാ എംപ്ലോയീസിനെ കുറിച്ചിട്ടും ഒരു വ്യക്തമായ ഒരു നോളജ് ഉണ്ടാകുക, അറിവുണ്ടാകുക. അതിനെയാണ് സ്റ്റഡി ഓഫ് ഹ്യൂമൻ ബിഹേവിയർ ആണ്. മനുഷ്യന്റെ സ്വഭാവത്തെ കുറിച്ചൊക്കെ അറിയാം. ഒരു സിസ്റ്റമാറ്റിക് എക്സ്പെരിമെന്റുകളിലൂടെ അല്ലെങ്കിൽ അവരുടെ എന്താ പറയാ ബിഹേവിയേഴ്സിലൂടെ ഒക്കെ മനസ്സിലാക്കുക. അതിനെയാണ് ബിഹേവിയറൽ സയൻസ്. എല്ലാവർക്കും ഒരേപോലത്തെ ബിഹേവിയർ എല്ലാം നമ്മൾ ഈ ചാപ്റ്ററിന്റെ ഫസ്റ്റ് തന്നെ പഠിച്ചു അല്ലെ? എംപ്ലോയീസ്, വർക്കേഴ്സിന് എല്ലാവർക്കും ഒരേ സ്വഭാവ രീതിയല്ല, ഡൈനാമിക് നേച്ചർ ആണെന്ന് നമ്മൾ പറഞ്ഞത്. അവരെ വിശേഷിപ്പിച്ചത് അങ്ങനെയാണ്. വ്യത്യസ്ത സ്വഭാവ സവിശേഷതകളോട് കൂടിയുള്ളവരാണല്ലോ അവരും. അപ്പൊ അതിന്റെ ബിഹേവിയറൽ സയൻസ് ഒക്കെ അതിനെക്കുറിച്ച് അറിവുള്ള ഒരാളായിരിക്കണം നമ്മളുടെ പേഴ്സണൽ മാനേജർ എന്ന് പറയുന്നത്. മാത്രമല്ല ഹി മസ്റ്റ് ഹാവ് അക്യൂട്ട് സെൻസ് ഓഫ് സോഷ്യൽ ജസ്റ്റിസ്. സോഷ്യൽ ജസ്റ്റിസ് എന്ന് പറഞ്ഞാൽ എന്താ? സാമൂഹ്യ നീതി നടപ്പിലാക്കാൻ കഴിവുള്ളവനായിരിക്കണം. എന്ന് വെച്ചാൽ വർക്കേഴ്സ് ഏതെങ്കിലും രീതിയിലുള്ള കംപ്ലൈന്റുകളോ മറ്റു കാര്യങ്ങളോ ഒക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അത് ആരായിക്കോട്ടെ, അത് എങ്ങനെ അതിനൊരു സൊല്യൂഷൻസിലേക്ക് എത്താൻ പറ്റും. മാത്രമല്ല ഈ പറയുന്ന വർക്കേഴ്സ് ഒക്കെ അവരുടേതായ അവകാശങ്ങൾ ഉണ്ടാവും. അവർക്ക് സ്ത്രീകൾക്കും പുരുഷന്മാർക്കും അവരവരുടേതായ ഓരോ താല്പര്യങ്ങളും അവകാശങ്ങളും ഉണ്ടായിരിക്കും. അത് ആരായിക്കോട്ടെ, ഏത് രീതിയിലുള്ളവരായിക്കോട്ടെ, അവർക്കൊക്കെ ന്യായമായ രീതിയിലെ ജസ്റ്റിസ് പ്രൊവൈഡ് ചെയ്യുക. അക്യൂട്ട് സെൻസ് അതിനെ കുറിച്ച്. അപ്പൊ ന്യായവിധി നടത്തുന്ന സമയത്ത് ആണുങ്ങളോട് ഒരു രീതിയിൽ, പെണ്ണുങ്ങളോട് ഒരു രീതിയിൽ അങ്ങനെയൊന്നും പറ്റില്ല എന്നാണ് ഉദ്ദേശിക്കുന്നത്. എല്ലാവർക്കും അവരവരുടെ അവകാശങ്ങൾക്ക് പ്രൊട്ടക്ട് ചെയ്യാനുള്ള ഒരു റൈറ്റ് ഉണ്ട്. സോ ആ പ്രൊട്ടക്ഷന് എഗെയിൻസ്റ്റ് ആയിട്ട് പ്രവർത്തിക്കാൻ പാടില്ല നമ്മുടെ പേഴ്സണൽ മാനേജർ. വ്യക്തിപരമായിട്ടുള്ള കാര്യങ്ങൾക്കൊന്നും അവിടെ പ്രാധാന്യമില്ല അന്നേരം അല്ലെ? അപ്പൊ അതായത് ഇപ്പൊ ഒരു സ്ത്രീ ആയതുകൊണ്ട് ഇങ്ങനെ ചെയ്താൽ മതി, അല്ലെങ്കിൽ അവരോട് ആ രീതിയിലുള്ള ഒരു പരിഗണന കൊടുത്താൽ മതി. പുരുഷന്മാരാണെങ്കിൽ അതിന് ചോദ്യം ചെയ്താലോ എന്ന് വെച്ചിട്ട് അവർക്ക് വേറെ രീതിയിലുള്ള ജസ്റ്റിസ് അങ്ങനെ പറ്റില്ല. എല്ലാവർക്കും ഒരുപോലെയുള്ള ജസ്റ്റിസ് ആയിരിക്കണം പ്രൊവൈഡ് ചെയ്യേണ്ടത്. പിന്നെ പറഞ്ഞത് ഹി ഷുഡ് ബി കേപ്പബിൾ ഓഫ് ക്രിയേറ്റീവ് തിങ്കിങ്. നല്ല രീതിയിൽ ക്രിയേറ്റീവ് തിങ്കിങ്, ഒരു എന്താ പറയാ ചിന്ത സൃഷ്ടിക്കാനുള്ള ഒരു കഴിവുണ്ടായിരിക്കണം. സ്വന്തമായിട്ട് ഓരോ സിറ്റുവേഷൻസ് അനുസരിച്ച് പെട്ടെന്ന് അത് സോൾവ് ചെയ്യാനുള്ള ഒരു തിങ്കിങ് പവർ ഉള്ള ഒരാളായിരിക്കണം എന്നാണ് പറഞ്ഞത്. അതായത് യൂസിങ് ഒറിജിനൽ, അതായത് നല്ല കറക്റ്റ് ആയിട്ടുള്ള ആപ്റ്റ് ആയിട്ടുള്ള സൊല്യൂഷൻ ആയിരിക്കുകയും വേണം, പെട്ടെന്ന് ചിന്തിച്ച് ചെയ്യാൻ കഴിവുള്ള ആൾ കൂടി ആയിരിക്കണം. അതായത് സൊല്യൂഷൻ ഏത് രീതിയിലാവുമല്ലോ, പൊട്ടത്തരമായിരിക്കാം, നല്ലതായിരിക്കാം, പക്ഷെ കറക്റ്റ് ആയിട്ടുള്ളത്, അതാണ് ഉദ്ദേശിക്കുന്നത്. കറക്റ്റ് ആയിട്ടുള്ള സൊല്യൂഷൻസ്, ഒറിജിനൽ സൊല്യൂഷൻസിലേക്ക് എത്താൻ കഴിവുള്ള ക്രിയേറ്റീവ് തിങ്കിങ് പവർ ഉള്ള ഒരാളായിരിക്കണം നമ്മുടെ പേഴ്സണൽ മാനേജർ എന്ന് പറയുന്നത്. മാത്രമല്ല ഹി ഷുഡ് ഹാവ് നോളജ് ഓഫ് പ്രോബ്ലം സോൾവിങ് ടെക്നിക്സ്. എങ്ങനെയൊക്കെ വേണം ഓരോ പ്രോബ്ലംസ് വന്നു കഴിഞ്ഞാൽ സോൾവ് ചെയ്യാൻ പറ്റുക, അതിന്റെ ടെക്നിക്സിനെ കുറിച്ചിട്ടുള്ള അറിവുണ്ടായിരിക്കണം. പിന്നെ പ്രോബ്ലം വന്നു കഴിഞ്ഞാൽ അപ്പൊ നിങ്ങളിപ്പോ എന്താ പറയാ ക്ലാസ്സുകളെ കുറിച്ചിട്ടോ മറ്റു കാര്യങ്ങളെ കുറിച്ചോ എന്തെങ്കിലുമൊക്കെ പ്രോബ്ലംസ് പറഞ്ഞു, അത് കൃത്യമായിട്ട് അതിന് സൊല്യൂഷൻസ് തരാൻ പറ്റിയ ആരെങ്കിലും ഉണ്ടെങ്കിൽ അവരോടാണ് പറയുക അല്ലെ? അവരോട് പറഞ്ഞിട്ട് നമ്മൾ അതിന്റെ സൊല്യൂഷൻസ് കണ്ടെത്തി തരും. അപ്പൊ എല്ലായിടത്തും ഉണ്ടാകും. പ്രശ്നങ്ങളൊക്കെ ഇല്ലാതിരിക്കുന്ന ഓർഗനൈസേഷൻ ഒന്നുമില്ല. അത് ഹോസ്പിറ്റൽ ആയിക്കോട്ടെ, എത്ര വലിയതോ ചെറുതോ ആയിട്ടുള്ള ഓർഗനൈസേഷൻസ് ആയിരിക്കട്ടെ, പ്രോബ്ലംസ് എന്ന് പറയുന്നത് ഫേസ് ചെയ്തേ മതിയാകും അല്ലെ? അപ്പൊ അതുകൊണ്ട് ആ സമയത്ത് അത്തരം സിറ്റുവേഷൻസിൽ ഹൗ ദേ ക്യാൻ സോൾവ് ദാറ്റ് പർട്ടിക്കുലർ പ്രോബ്ലം, അതിനുള്ള ടെക്നിക്സിനെ കുറിച്ചൊക്കെ അറിവുണ്ടായിരിക്കണം. പിന്നെ ഒരു ലീഡർഷിപ്പ് ക്വാളിറ്റി ഉള്ള ആളായിരിക്കണം. കേപ്പബിൾ ഓഫ് ലീഡർഷിപ്പ്. ഏതെങ്കിലും സ്ഥലത്ത് തന്നെ മുൻനിരയിൽ നിന്നുകൊണ്ട് അവരെയൊക്കെ നയിക്കാൻ പറ്റുന്ന ആളായിരിക്കണം.
അല്ലാണ്ട് എല്ലാവരും നിന്നോ മുമ്പിൽ നിന്ന് എന്തെങ്കിലും ഇത് വരുമ്പോ ഓടാൻ തയ്യാറായിട്ടല്ല നിൽക്കണേ. ഒരു ലീഡർഷിപ്പ് ക്വാളിറ്റി എന്ന് പറയുന്നത് പേഴ്സണൽ മാനേജർക്ക് അത്യാവശ്യം വേണ്ട ഒരു ക്യാരക്ടറിസ്റ്റിക് ആണ്. ഇനി എന്താണ്, he or she should be friendly, tactful and approachable nature. എങ്ങനെയുള്ള ആളായിരിക്കണം? നമുക്ക് വളരെ ഫ്രണ്ട്ലി ആയിട്ട് അപ്രോച്ച് ചെയ്യാൻ പറ്റുന്ന ആളായിരിക്കണം. വളരെ ഈസി ആയിട്ട്, ടാക്ട്ഫുൾ എന്ന് പറഞ്ഞാൽ വളരെ നയത്തിൽ കൈകാര്യം ചെയ്യാൻ പറ്റിയ ആളായിരിക്കണം. അപ്രോച്ചബിൾ നേച്ചറുള്ള ആളായിരിക്കണം. എന്ന് വെച്ചാൽ എന്താ, നമുക്ക് എന്ത് കാര്യം ഉണ്ടെങ്കിലും അവരെ സമീപിച്ച് നമ്മുടെ കാര്യങ്ങൾ ഷെയർ ചെയ്യാൻ പറ്റുന്ന ആരെങ്കിലും. ചില ആൾക്കാരെ കാണും, അവരോട് എങ്ങനെ പറയും അല്ലെ, കണ്ടാൽ തന്നെ പേടിയാവും, പിന്നെ എങ്ങനെ അടുത്ത് നിന്ന് ഒരു കാര്യം പറയാ എന്നുള്ള മൈൻഡ് വരൂലേ. അങ്ങനെ പറയാൻ പാടില്ല. അപ്പൊ അവര് ആ രീതിയിൽ അവരോട് ബിഹേവ് ചെയ്യുമ്പോഴാണ് ഭയങ്കര സീരിയസ് ആയിട്ട് എന്തെങ്കിലും ഒരു ചെറിയ കാര്യം വന്നു കഴിഞ്ഞാൽ അവരെ എന്താ പറയാ ഭയങ്കര റൂഡായിട്ട് അവരോട് പെരുമാറി കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ എന്തെങ്കിലും ഒരു കാര്യം ഉണ്ടെങ്കിൽ അവർ വന്ന് പറയില്ല, അതൊക്കെ ഉള്ളിൽ ഒതുക്കും, അല്ലെങ്കിൽ അവർക്ക് അറിയാവുന്ന പോലെയൊക്കെ ചെയ്യും, അവസാനം ചിലപ്പോൾ അത് കൊള്ളാവും, അങ്ങനെയൊക്കെ വരും. അപ്പൊ ഈസി ആയിട്ട് അപ്രോച്ച് ചെയ്യാൻ പറ്റുന്നതും ഈസി ആയിട്ട് കാര്യങ്ങളെ കൈകാര്യം ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ള ആളും ഒക്കെ ആയിരിക്കണം, അല്ലെങ്കിൽ ഫ്രണ്ട്ലി മാനറിലുള്ള ആളായിരിക്കണം നമ്മുടെ പേഴ്സണൽ മാനേജർ എന്ന് പറയുന്നത്. പിന്നെ എന്താണ്, ഇനീഷ്യേറ്റീവ് ആൻഡ് ഡിസിഷൻ മേക്കിംഗ് എബിലിറ്റി, തീരുമാനങ്ങൾ എടുക്കാനുള്ള കഴിവും അതുപോലെ തന്നെ വളരെ ഇനീഷ്യേറ്റീവ്, പെട്ടെന്ന് അതിന് തയ്യാറെടുക്കണം. എന്തെങ്കിലും ഒരു കാര്യം വന്നു കഴിഞ്ഞാൽ ഇനീഷ്യേഷൻ എടുക്കാനുള്ള റെഡി ആയിട്ടിരിക്കണം. അല്ലാണ്ട് അതൊക്കെ എപ്പോഴും അവിടെ എന്താ പറയാ പിന്നെ ആവട്ടെ എന്നുള്ള രീതിയിൽ ലാഗ് ചെയ്ത് കഴിഞ്ഞാൽ ശരിയാവില്ല. അതാണ് പെട്ടെന്ന് ഡിസൈഡ് ചെയ്ത് കാര്യങ്ങൾക്ക് ഒരു എന്താ പറയാ തുടക്കം കൊടുക്കണം. പിന്നെ ഏബിൾ ടു ജനറേറ്റ് ട്രസ്റ്റ് അമംഗ് ഹിസ് കൊളീഗ്സ് മീൻസ് കോവർക്കേഴ്സ് ആണ് കേട്ടാ. കൂടെ ജോലി ചെയ്യുന്നവരുമായിട്ട് പെട്ടെന്ന് തന്നെ എന്താ പറയാ വിശ്വാസ്യത ഊട്ടി ഉറപ്പിക്കാൻ പറ്റിയ ആളായിരിക്കും. എന്ന് വെച്ചാൽ തന്റെ കൂടെ വർക്ക് ചെയ്യുന്നവര്, തന്റെ കൂട്ടായി വർക്ക് ചെയ്യുന്ന കൊളീഗ്സ് ഒക്കെ തന്നെ പരസ്പരം എന്താണ് വിശ്വാസമുള്ളവരായിരിക്കണം. അവരോട് അങ്ങോട്ടേക്ക് വിശ്വാസ്യത കാണിച്ചു കഴിഞ്ഞാൽ ഇങ്ങോട്ടും കിട്ടും അല്ലെ. അപ്പൊ വിശ്വാസം എന്നുള്ളത് എന്താ പറയാ പരസ്പരം വേണ്ട ഒരു കാര്യം തന്നെയാണ്. ഒരു ഓർഗനൈസേഷനിൽ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള സാധനം തന്നെയാണ്. അപ്പൊ ട്രസ്റ്റ് കീപ്പ് ചെയ്യുക എന്നുള്ളത് അവരുടെ ഒരു ക്യാരക്ടറിസ്റ്റിക് ആയിരിക്കണം. പിന്നെന്താണ്, റെഡി ടു കോപ്പറേറ്റ് വിത്ത് ദ സബോർഡിനേറ്റ്സ് ഇൻ ടൈംസ് ഓഫ് ഡിഫിക്കൽട്ടി. എന്തെങ്കിലും ബുദ്ധിമുട്ടുകൾ വന്നു കഴിഞ്ഞാൽ തന്റെ സബോർഡിനേറ്റ്സിന് എന്ന് വെച്ചാൽ തന്റെ താഴെയുള്ള ജോലി ചെയ്യുന്നവരൊക്കെ ഉണ്ടാവുമല്ലോ, തന്റെ ലെവലിനേക്കാൾ താഴെയുള്ള ലെവലിലുള്ള ആൾക്കാരെ, അതെന്റെ വിഭാഗത്തിൽപ്പെട്ടതല്ല, എന്നേക്കാൾ താഴെയുള്ള ആളുകളാണ്, അപ്പൊ അവരോട് എനിക്ക് കോപ്പറേറ്റ് ചെയ്യേണ്ട ആവശ്യമില്ല എന്ന് വിചാരിച്ച് മാറി നിൽക്കുകയല്ല. പേഴ്സണൽ മാനേജർ ആ ലെവലൊന്നും നോക്കാൻ പാടില്ല. ലെവൽസ് ഒക്കെ എവിടെയെങ്കിലും കിടന്നോട്ടെ, ഏത് ലെവലിലുള്ള ആളുകളെ ആയാലും ഇമ്മീഡിയറ്റ് ആയിട്ട് അവരെ അപ്രോച്ച് ചെയ്ത് അവരുടെ കാര്യങ്ങളോട് കോപ്പറേറ്റ് ചെയ്യാൻ കഴിവുള്ള ഒരാളായിരിക്കണം. റെഡി ആയിരിക്കണം. കഴിവുണ്ടായിട്ടും കാര്യമില്ല, റെഡി ആവണം അല്ലെ. എനിക്ക് ഒത്തിരി കാര്യങ്ങളൊക്കെ ഉണ്ട്, കഴിവുണ്ട്, പക്ഷെ ഞാൻ അത് ചെയ്യുന്നില്ല എങ്കിലോ, ഐ എം നോട്ട് റെഡി എങ്കിലോ പറ്റില്ല അല്ലെ. സബോർഡിനേറ്റ്സുമായിട്ട് അറ്റ് ദയർ ടൈംസ് ഓഫ് ഡിഫിക്കൽട്ടീസിൽ അവരെ റെഡി ആയിട്ട് കോപ്പറേറ്റ് ചെയ്യാൻ, അവരോട് സഹകരിക്കാൻ കഴിവുള്ള ആളായിരിക്കണം. പിന്നെ ഹി ഷുഡ് ബി പ്രോംപ്റ്റ് ഇനഫ് ടു ഗിവ് ദം ഫീഡ്ബാക്ക് ഇൻ ദർ ഹാൻഡിലിംഗ് ഓഫ് പേഴ്സണൽ മാറ്റേഴ്സ് ഒക്കെ കൈകാര്യം ചെയ്യുമ്പോൾ, അതായത് തൊഴിലാളികളെ സംബന്ധിക്കുന്ന കാര്യങ്ങളൊക്കെ കൈകാര്യം ചെയ്യുന്ന സമയത്ത് കറക്റ്റ് ആയിട്ടുള്ള ഫീഡ്ബാക്കുകളൊക്കെ എന്തിനാ ഓർഗനൈസേഷന്റെ പോളിസീസും റെഗുലേഷൻസും ഒക്കെ അനുസരിച്ച് തന്നെയാണ് ഇവിടെ എല്ലാ കാര്യങ്ങളും ഫംഗ്ഷൻ ചെയ്യുന്നത്. അതിന്റെ കാര്യങ്ങളും അതിന്റെ താല്പര്യങ്ങളൊക്കെ കാണിച്ചുകൊണ്ട് കൃത്യമായ കാര്യങ്ങൾ മറ്റുള്ളവരിലേക്ക് എത്തിക്കാൻ, ഹാൻഡ് ഓവർ ചെയ്യാൻ, അത് ഹാൻഡിൽ ചെയ്യാനൊക്കെ പുള്ളിക്കാരൻ എന്താ പറയാ ഭയങ്കര പ്രോംപ്റ്റ് ആയിരിക്കണം. അതിലൊക്കെ കൃത്യത ഉണ്ടാകണം. കൃത്യമായിട്ടുള്ള ഫീഡ്ബാക്കുകളൊക്കെ കീപ്പ് ചെയ്യാം. ഏതൊക്കെ അവസരങ്ങളിൽ, ആവശ്യമുള്ള അവസരങ്ങളിലൊക്കെ ഇൻട്രസ്റ്റ് ഓഫ് ഫംഗ്ഷനിങ് ഓഫ് ദ ഓർഗനൈസേഷൻ, നമ്മുടെ ഓർഗനൈസേഷന്റെ കൃത്യമായ രീതിയിലുള്ള പ്രവർത്തനങ്ങൾക്കും അതിന്റെ എസ്റ്റാബ്ലിഷ്മെന്റിനും കൃത്യമായ പോളിസീസും ഒക്കെ ഓർഗനൈസേഷനിൽ സെറ്റ് ചെയ്യാം. അതനുസരിച്ച് പ്രവർത്തിക്കുക. കൃത്യമായ രേഖകൾ മാത്രമൊക്കെ കീപ്പ് ചെയ്യുക, ഫീഡ്ബാക്കുകളൊക്കെ കീപ്പ് ചെയ്യുക എന്നുള്ളതും നമ്മുടെ പേഴ്സണൽ മാനേജറിന്റെ ക്യാരക്ടറിസ്റ്റിക്സ് ആണ്. ക്യാരക്ടറിസ്റ്റിക്സ് ഒരുപാടുണ്ട്. നമ്മുടെ പേഴ്സണൽ മാനേജർ എങ്ങനെയാണ് തൊഴിലാളികളെ മാനേജ് ചെയ്യുന്ന മാനേജർ ആയിരിക്കേണ്ടത്, അദ്ദേഹത്തിന്റെ ക്യാരക്ടറിസ്റ്റിക്സ് ഇതൊക്കെയാണ് നമ്മളിപ്പോ പറഞ്ഞത്. കിട്ടിയോ നിങ്ങൾക്ക്? അതിൽ ഒന്ന് രണ്ട് കാര്യങ്ങൾ ഒന്ന് എഴുതി വെക്കാനുണ്ട്, ഒന്ന് എഴുതി വെക്കാട്ടോ. ഒന്ന് ബിഹേവിയറൽ സയൻസ് ഒന്ന് എഴുതി വെച്ചേക്കാട്ടോ, നോട്ട് ചെയ്ത്. നമ്മളിപ്പോ വായിച്ചപ്പോ ഈ ക്യാരക്ടറിസ്റ്റിക്സിൽ പറഞ്ഞ ഒരു വേർഡ് ആണോ അല്ലെങ്കിൽ ഒരു ഫ്രേസ് ആണ് ബിഹേവിയറൽ സയൻസ്. അതൊന്ന് എഴുതി വെക്കാം. അതിന്റെ എക്സ്പ്ലനേഷൻ ഞാൻ പറഞ്ഞുതരാം. ഇത് കുറച്ച് വായിച്ച് നമ്മൾ മനസ്സിലാക്കേണ്ട ടോപ്പിക്കുകളാണ് കേട്ടോ. ഈ ഒരു 3rd and 4th മൊഡ്യൂളുകൾ എല്ലാം മിക്ക ചാപ്റ്റേഴ്സും അങ്ങനെ തന്നെയാണ്. മറ്റേതൊക്കെ നമ്മൾ 1st and 2nd മൊഡ്യൂളിൽ കൂടുതലും നമ്മൾ സയന്റിഫിക് ആയിട്ടുള്ള മെഡിക്കൽ അല്ലെങ്കിൽ ഹോസ്പിറ്റൽസിൽ യൂസ് ചെയ്യുന്ന സാധനങ്ങൾ, ഹോസ്പിറ്റലിന്റെ അകത്തുള്ള ഡിപ്പാർട്ട്മെന്റുകൾ, അങ്ങനെ ഇങ്ങനെയൊക്കെയല്ലേ പഠിച്ചത്. ഇതിനകത്ത് കുറച്ച് ഹോസ്പിറ്റൽസിനെ മാത്രമല്ല ഏതൊരു ഓർഗനൈസേഷനെയും കോമൺ ആയിട്ട് ബാധിക്കുന്ന ചില ടോപ്പിക്കുകളാണ് ഈ ഒരു മൊഡ്യൂളുകളിൽ വന്നേക്കണേ.
അതിന് ഒരു ഉദാഹരണമാണ് നമ്മുടെ HRM, ഹ്യൂമൻ റിസോഴ്സ് മാനേജ്മെന്റ് എന്ന് പറയുന്നത്. ബിഹേവിയറൽ സയൻസ് എഴുതിയോ? ഹെഡിങ് എഴുതിയോ? അതിന്റെ എക്സ്പ്ലനേഷൻ എഴുതാ. ഇറ്റ് ഈസ് ആൻ ആപ്ലിക്കേഷൻ of studies. It is an application of studies that motivates employees, motivates employees how to make them work more effectively, work more effectively to achieve company's goal. To achieve, ACHIEVE, achieve company's goal. കമ്പനികളുടെ, അതായത് ഓർഗനൈസേഷന്റെ ലക്ഷ്യം നേടിയെടുക്കാൻ വേണ്ടിയിട്ട് തൊഴിലാളികളെ എങ്ങനെ നമുക്ക് കൂടുതൽ നല്ല രീതിയിൽ ജോലി ചെയ്യിപ്പിക്കാം, അതിനു വേണ്ടിയിട്ടുള്ള മോട്ടിവേഷൻസ് എങ്ങനെയൊക്കെ കൊടുക്കാം, അതിനെ കുറിച്ചുള്ള ഒരു പഠനം. ആ പഠനം എങ്ങനെ പ്രാവർത്തികമാക്കാം, അതാണ് ബിഹേവിയറൽ സയൻസ് എന്ന് ഉദ്ദേശിക്കുന്നത്. ഒരെണ്ണം കൂടി ഉണ്ട് നമ്മൾ പറഞ്ഞതില്, ഏതായിരുന്നു അത്? നമ്മുടെ ഓർഗനൈസേഷണൽ തിയറി കേട്ടാ, അതൊന്ന് എഴുതി വെക്കാം. ഓർഗനൈസേഷണൽ തിയറി ഇത് വിച്ച് ഈസ് റിലേറ്റഡ് ടു ഓർഗനൈസേഷൻ. അത് തന്നെയാണ് അതിന്റെ ഒരു എക്സ്പ്ലനേഷൻ കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് അതിന്റെ ഒരു എക്സ്പ്ലനേഷൻ എഴുതാം. Everything that is associated with the organization. നമ്മൾ ഒരു പേജ് എടുത്തോളൂ, ഇന്ന് നമ്മൾ 2 പേജ് എടുത്തു. കുറച്ച് അങ്ങനത്തെ ഒരു ചാപ്റ്റർ ആയതുകൊണ്ട് ഞാൻ അത്ര അധികം സ്പീഡിൽ പോകാത്തത്. പറഞ്ഞു തന്നെ വീണ്ടും പറയുന്നതിന്റെ കാരണം ഇത് അങ്ങനെ എളുപ്പം നമുക്ക് ഇച്ചിരി തിയറട്ടിക്കൽ ആയിട്ടുള്ള ഒരു ചാപ്റ്റർ ആയതുകൊണ്ടാണ് കേട്ടോ. Everything that is associated with organizations is called organization theory. അതിന്റെ കൂടെ ഒരു സെന്റൻസ് കൂടി ചെയ്താ. It aims ലക്ഷ്യം വെക്കുന്നു. It aims to understand the organization and to improve them. ഒരു ഓർഗനൈസേഷനെ കുറിച്ച് നമുക്ക് മനസ്സിലാക്കാനും അതിന്റെ കാര്യങ്ങളൊക്കെ ഇംപ്രൂവ് ചെയ്യാനും വേണ്ടിയിട്ടുള്ളതാണ് ഇത് ലക്ഷ്യം വെക്കുന്നത്. ഈ ഓർഗനൈസേഷണൽ തിയറി എന്നതുകൊണ്ട് ഓർഗനൈസേഷനെ മൊത്തത്തിൽ അറിയുക, അതാണ്. അത് എന്തിനു വേണ്ടിയിട്ടാ? ആ ഓർഗനൈസേഷന്റെ എന്തെങ്കിലും തരത്തിലുള്ള ഇമ്പ്രൂവ്മെന്റ് ആവശ്യമുണ്ടെങ്കിൽ അതൊക്കെ ഇമ്പ്രൂവ് ചെയ്യാനും കൂടി വേണ്ടിയിട്ട് ആ തിയറി, അതിനെയാണ് നമ്മൾ ഓർഗനൈസേഷണൽ തിയറി എന്ന് വിളിക്കുക. അതുകൂടി ഈ നിങ്ങൾ പഠിക്കുന്ന ടോപ്പിക്കിന്റെ കൂടെ ചേർത്ത് പഠിച്ചോളണം. ക്വസ്റ്റ്യൻസ് അതൊക്കെ ചേർത്തിട്ടൊക്കെ ഉണ്ട് എന്നാണ് നമുക്ക് പല ക്വസ്റ്റ്യൻ പേപ്പേഴ്സിൽ നിന്നും കിട്ടുന്നത്. അതുകൊണ്ട് അതുകൂടി ഒന്ന് മനസ്സിലാക്കി വെക്കാം. ഓക്കെ അല്ലേ? നമ്മൾ ഇവിടെ വരെ എടുത്തിട്ടുള്ളൂ 2 പേജാണ് എടുത്തത് കേട്ടാ. ഒന്ന് ഇത് ആ ഡെഫിനിഷൻസ് എന്ന് തുടങ്ങി, ഇമ്പോർട്ടൻസ് ഓഫ് പേഴ്സണൽ മാനേജ്മെന്റ്, ഹ്യൂമൻ റിസോഴ്സ് മാനേജ്മെന്റ് എന്തിന് നമ്മൾ എന്താ പറയാ മാനേജ് ചെയ്യുന്നു, അതിന്റെ പ്രാധാന്യം. പിന്നെ 2 പേഴ്സണൽ മാനേജ്മെന്റ് ഹ്യൂമൻ റിസോഴ്സ് മാനേജ്മെന്റ് തമ്മിലുള്ള ഡിസിമിലാരിറ്റീസ് അല്ലെങ്കിൽ ഡിഫറൻസസ്, അതാണ് പറയാ പേഴ്സണൽ മാനേജ്മെന്റ് വേഴ്സസ് ഹ്യൂമൻ റിസോഴ്സ് മാനേജ്മെന്റ്. വേഴ്സസ് മീൻസ് അവർ തമ്മിലുള്ളത്. ഓക്കെ. പിന്നെ നമ്മൾ ഒരു 3 ഡെഫിനിഷൻസ് പറഞ്ഞു. ഒന്ന് ഒരു കോമൺ ഡെഫിനിഷനും പിന്നെ 2 എഡ്വിൻ ഫ്ലിപ്പോയും പിന്നെ സ്റ്റീഫൻ ഡണ്ണും നൽകിയ 2 ഇൻഡിവിജ്വൽ ആയിട്ടുള്ള ഡെഫിനിഷൻസും ആണ്. അതിൽ സ്റ്റീഫൻ ഡൺ കൊടുത്തിരിക്കുന്ന ഡെഫിനിഷൻസിൽ 3 എടുത്തു പറഞ്ഞ 3 ടേംസ് നമ്മൾ അവിടെ പറഞ്ഞു. അട്രാക്ടിങ്, ഹോൾഡിങ് ആൻഡ് മോട്ടിവേറ്റിംഗ്. അത് 3ഉം എന്താണെന്നും എക്സ്പ്ലെയിൻ ചെയ്തു. ആൻഡ് ലാസ്റ്റ് നമ്മൾ ഒരു പേഴ്സണൽ മാനേജർക്ക് വേണ്ട ക്യാരക്ടറിസ്റ്റിക്സ് അല്ലെങ്കിൽ അതിന്റെ ക്വാളിറ്റീസ് ആണ് നമ്മൾ പറഞ്ഞു നിർത്തിയത്. ഓക്കെ ആണോ? വായിച്ചു നോക്കിയിട്ട് വരില്ലേ അടുത്ത ദിവസം? ക്ലിയർ ആയോ? ടോപ്പിക് ഇത്രയും പറഞ്ഞതൊക്കെ ക്ലിയർ അല്ലേ? അതിനു വേണ്ടിയിട്ട് ഒത്തിരി പ്രാവശ്യം പറഞ്ഞത്, റിപ്പീറ്റ് ചെയ്ത് കഴിഞ്ഞ പറഞ്ഞ ദിവസം പറഞ്ഞത് തന്നെ വീണ്ടും ഒന്നുകൂടി പറഞ്ഞിട്ടാണ് ഞാൻ ഇന്ന് ക്ലാസ്സിൽ. അത് അത്രയും ഇച്ചിരി വായിച്ചു നോക്കേണ്ട ഒരു ടോപ്പിക് ആയെന്നുള്ളത് കൊണ്ടാണ്, ഇച്ചിരി ടഫാണെന്ന് തോന്നിയത് കൊണ്ടാണ് നമ്മൾ വീണ്ടും പറഞ്ഞത്. ഓക്കെ, സോ അടുത്ത ദിവസം കാണാം. ഓക്കെ, വായിച്ചിട്ടൊക്കെ കയറാം. താങ്ക് യു. ഓക്കെ, താങ്ക് യു.